കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്ന ത്രൂപുട്ട് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് അതേപോലെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്നീ ടെക്നിക്കുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. Throughput accounting is a simplified management accounting approach that provides managers with support in decision making aimed at increasing a company's profitability. ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിംപ്ലിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് അപ്രോച്ചാണ് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. എല്ലാ ഓർഗനൈസേഷൻ്റെയും മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുവാനേ മാനേജ്മെൻറ്റിനെ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് അപ്രോച്ചാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി ന്യൂ മെത്തേഡ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് that identifies factors that limit the company in achieving its goals. ചില ഫാക്ടേഴ്സ് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ അതിന് ലിമിറ്റിംഗ് ആയിട്ട് വരുന്നുണ്ടാകും. അത്തരത്തിൽ ലിമിറ്റ് ചെയ്യുന്ന ആ ഫാക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും എന്നിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഈ ഒരു ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, ഈ ഒരു ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ കോസ്റ്റ് ഡാറ്റ ദസ് ഫെസിലിറ്റേറ്റിംഗ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബെറ്റർ കോസ്റ്റ് ഡാറ്റയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത് കോസ്റ്റ് കൺട്രോളിനും മാനേജ്മെൻറ്റിനും ആവശ്യമായിട്ട്. അപ്പോൾ ഇതാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അപ്രോച്ചിൽ നടക്കുന്നത്. നെക്സ്റ്റ്, ദർ ആർ മെയിൻലി 3 കോമ്പണൻസ് ഓഫ് throughput accounting, that is throughput. Shortly we represent by using T. Okay, capital letter T. Then investment by using I, capital letter I. Operating expense by using OE. Okay, അപ്പോൾ ത്രൂപുട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇങ്ങനെ 3 കോമ്പണൻസുകളാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ T, ത്രൂപുട്ട്. ഓക്കെ, അതായത് ഹിയർ ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് ദി സിസ്റ്റം പ്രൊഡ്യൂസേഴ്സ് ഗോൾ യൂണിറ്റ്സ്. ഓക്കെ, ഒരു സിസ്റ്റം ഗോൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റിനെ സൂചിപ്പിക്കാനാണ് ത്രൂപുട്ട് ഉപയോഗിക്കുന്നത്. അതായത് വെൻ ഗോൾ യൂണിറ്റ്സ് ആർ മണി, നമ്മുടെ ഗോൾ യൂണിറ്റ് ഇപ്പം പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ മണിയാണ് അവിടെ ഗോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? നെറ്റ് സെയിൽസ് ലെസ് ടോട്ടലി വേരിയബിൾ കോസ്റ്റ് ആണ്. നെറ്റ് സെയിൽസിൽ നിന്നും മൊത്തം വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇവിടെ ത്രൂപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗോൾ യൂണിറ്റ് മണിയാണ് എങ്കിൽ അത്തരം കേസിൽ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ്റെ കേസിൽ അവിടെ വരുന്നത് എന്താണ്? ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ പഠിക്കുന്ന ഏരിയയാണ്. അവിടെ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. എന്നാൽ ഇവിടെ ത്രൂപുട്ട് എന്നതിൽ മൊത്തമായിട്ടുള്ള ടോട്ടലി വേരിയബിൾ കോസ്റ്റ് എന്നതിൽ ടോട്ടലി ഓർ ട്രൂലി വേരിയബിൾ കോസ്റ്റ് ആണ് മൈനസ് ചെയ്യുന്നത്. ഓക്കെ, ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു സെയിൽസ് റവന്യൂ മൈനസ് എന്താണ്? ട്രൂലി വേരിയബിൾ കോസ്റ്റ് ആണ്. അതായത് ഇവിടെ ടോട്ടലി അല്ലെങ്കിൽ ട്രൂലി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജസ്റ്റ് റോ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ജസ്റ്റ് റോ മെറ്റീരിയൽസ് ആൻഡ് കോമ്പണൻസ് പർച്ചേസ്ഡ് ആണ്. റോ മെറ്റീരിയൽസും കോമ്പണൻസ് പർച്ചേസ്ഡും മാത്രം ഉൾക്കൊള്ളുന്നതാണ്. അത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ട്രൂലി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ത്രൂപുട്ട് ഈസ് ഈക്വൽ ടു സെയിൽസ് റവന്യൂ മൈനസ് റോ മെറ്റീരിയൽ കോസ്റ്റ്. സെയിൽസ് റവന്യൂവിൽ നിന്നും റോ മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെ ത്രൂപുട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അവിടെ ഈ ഒരു ത്രൂപുട്ട് എന്നതിൽ നമ്മൾ എടുക്കുന്നത് ഏതാണ്? ട്രൂലി വേരിയബിൾ കോസ്റ്റ് ആണ്, അതായത് എന്താണ്? റോ മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അപ്പോൾ ടോട്ടൽ സെയിൽസിൽ നിന്നും റോ മെറ്റീരിയൽ കോസ്റ്റ് കുറച്ചാലാണ് ത്രൂപുട്ട് കിട്ടുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. That is, investment is the money tied up in the system. This is money associated with inventory, machinery, building and other assets and liabilities. Okay, മെഷീനറിയിലോ അല്ലെങ്കിൽ ഇൻവെൻട്രിയിലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിലോ മറ്റുള്ള അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിൽ വരുന്ന എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മണിയെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. Operating expense, it is the money the system spends in generating goal unit. ഗോൾ യൂണിറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾ യൂണിറ്റ് പറഞ്ഞു. ആ ഒരു ഗോൾ യൂണിറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സ്പെൻഡ് ചെയ്യുന്ന ചെലവുകളാണ്, എക്സ്പെൻസുകളെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഫോർ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഈസ് ഓൾ എക്സ്പെൻസസ് എക്സെപ്റ്റ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ഒഴികെയുള്ള മറ്റുള്ള എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ എന്ത് പറയും? ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയും. അതായത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? മെയിൻ്റനൻസ്, യൂട്ടിലിറ്റീസ്, റെൻറ്റ്, ടാക്സസ്, പേറോള്, ഇതൊക്കെ എന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 കോമ്പണൻറ്റ്സ് ഓർമ്മിച്ച് വെക്കുക. എന്താണ്? ത്രൂപുട്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഓൾസോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് ബോട്ടിൽ നെക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൂൾ ഡെവലപ്ഡ് ടു ഡീൽ വിത്ത് കൺസ്ട്രെയിൻസ്. ഒരു കൺസ്ട്രെയിനുമായിട്ട് എന്താണ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഈ ഒരു ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അതായത് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ദീസ് കൺസ്ട്രെയിൻസ് ആർ കോൾഡ് ബോട്ടിൽ നെക്ക്. ഇത്തരത്തിലുള്ള കൺസ്ട്രെയിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. Okay, that is bottleneck is an activity that places a restriction on a production line or factory. ഓക്കെ, ഒരു പ്രൊഡക്ഷൻ ലൈൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ബോട്ടിൽ നെക്ക് ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് പ്ലേസസ് എ റെസ്ട്രിക്ഷൻ ഓൺ എ പ്രൊഡക്ഷൻ ലൈൻ ഓർ ഫാക്ടറി. ഓക്കെ, എ ടിപ്പിക്കൽ ബോട്ടിൽ നെക്ക് ബീങ് ദി കപ്പാസിറ്റി ഓഫ് എ ക്യൂ മെഷീൻ. ഓക്കെ, ഒരു മെഷീനറിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീനറിയുടെ കപ്പാസിറ്റി എന്താണ്? ഒരു ബോട്ടിൽ നെക്കാണ്, ഒരു കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an activity that places a restriction on a production line or factory. Okay, and then management has to maximize output with a given set of available resources. നിലവിലുള്ള റിസോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ത്രൂപുട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു പിൻ പോയിൻറ്റ് ദി ബോട്ടിൽ നെക്ക് ദാറ്റ് കറൻ്റ്ലി ലിമിറ്റിംഗ് എക്സ്പാൻഷൻ. ഓക്കെ, ഏത് എന്താണ് കൺസ്ട്രെയിൻ ആണോ, ഏത് ബോട്ടിൽ നെക്കാണോ നമ്മുടെ പ്രൊഡക്ഷനെ ലിമിറ്റ് ചെയ്യുന്നത്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുകയും അതിലൂടെ അത് പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബോട്ടിൽ നെക്ക് മേ ഇൻക്ലൂഡ് ഷോർട്ടേജ് ഓഫ് മെഷീൻ കപ്പാസിറ്റി, ഷോർട്ടേജ് ഓഫ് സ്കിൽഡ് ലേബർ ഫോഴ്സ്, നോൺ അവൈലബിലിറ്റി ഓഫ് പെർട്ടിക്കുലർ ഗ്രേഡ് ഓഫ് മെറ്റീരിയൽ, ലാക്ക് ഓഫ് പ്രൊഡക്റ്റ് ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി. ഇതൊക്കെ എന്താണ്? ബോട്ടിൽ നെക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ബോട്ടിൽ നെക്കുകൾ പരമാവധി പിൻ പോയിൻ്റ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ ത്രൂപുട്ട് അക്കൗണ്ടിങ്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ മെയിനായിട്ട് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു ദർ ആർ ബേസിക്കലി 3 കോമ്പണൻറ്റ്സ്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ത്രൂപുട്ട് ആൻഡ് ഓൾസോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദി ഇമ്പാക്റ്റ് ഓഫ് എ ഡിസിഷൻ ഓൺ ദി കമ്പനീസ് ടോട്ടൽ ത്രൂപുട്ട്. ഓക്കെ, കമ്പനിയുടെ മൊത്തം ത്രൂപുട്ടിലുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അതേപോലെ തന്നെ വാട്ട് ഈസ് ദി ഇമ്പാക്റ്റ് ഓഫ് എ ഡിസിഷൻ ഓൺ ദി കമ്പനീസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഒരു ഡിസിഷൻ മുഖേന ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നതിനെക്കുറിച്ച്. ദെൻ വാട്ട് ഈസ് ദി ഇമ്പാക്റ്റ് ഓഫ് ഡിസിഷൻ ഓൺ ദി കമ്പനീസ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. കമ്പനിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്? അപ്പോൾ ഈ ഒരു 3 കോമ്പണൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം മാനേജ്മെൻറ്റിനെ ഡിസിഷൻ വരേണ്ടത്. ദെൻ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്.
ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടൂൾസാണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ദി ബിസിനസ് ഇൻ്റലിജൻസ് യൂസ്ഡ് ഫോർ മാക്സിമൈസിങ് പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ഇൻ്റലിജൻസ് ആണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. The next one, it seeks to increase speed or rate at which throughput is generated by product and services with respect to an organizational constraint. ഒരു ഓർഗനൈസേഷണൽ കൺസ്ട്രെയിനിനെ ബേസ് ചെയ്തുകൊണ്ട് ത്രൂപുട്ടിൻ്റെ റേറ്റ് അതിൻ്റെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു വരുന്നത് ഇമ്പോർട്ടൻസ് വരുന്നത്. Then it is only a management accounting methodology that considers constraints as factors limiting the performance of organization. മെയിനായിട്ട് ഇവിടെ ലിമിറ്റിംഗ് ഫാക്ടറിന് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു കൺസ്ട്രെയിനെ ആസ് എ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ഫാക്ടേഴ്സ് ലിമിറ്റിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മെത്തഡോളജിയാണ് ഈ ഒരു ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ക്രിറ്റിസിസം ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത്, ഇറ്റ് ഈസ് സെയിം ആസ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഓക്കെ, ഇത് ഡയറക്റ്റ് കോസ്റ്റിംഗ് പോലെ തന്നെയാണെന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഡയറക്റ്റ് കോസ്റ്റിംഗ് അസ്യൂംസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഓഫ് പ്രൊഡക്റ്റ് ആസ് ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് റോ മെറ്റീരിയൽസ് ആൻഡ് ഡയറക്റ്റ് ലേബർ. ഇറ്റ് കൺസിഡർ ഓൾ അതർ കോസ്റ്റ് ആസ് ഫിക്സ്ഡ്. മറ്റുള്ളതൊക്കെ ഫിക്സ്ഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റിംഗ് മെത്തേഡ് പ്രകാരം ചെയ്യുന്നത് പോലെയാണ് ഏകദേശം എന്നുള്ളതാണ് ഒന്നാമത്തെ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഇറ്റ് ഈസ് ഓൺലി വാലിഡ് വെൻ ദർ ഈസ് എ ബോട്ടിൽ നെക്ക് ഇൻ പ്രൊഡക്ഷൻ. ത്രൂപുട്ട് അക്കൗണ്ടിങ് വാലിഡ് ആകണമെങ്കിൽ അവിടെ ഒരു ബോട്ടിൽ നെക്ക്, ഒരു കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ, ബോട്ടിൽ നെക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് വാലിഡ് ആകും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഫോർ എനി ഡിസിഷൻ റിഗാർഡ്ലെസ് ഓഫ് ദി എൻവയോൺമെൻറ്റ് ദി റെലവൻറ്റ് കോസ്റ്റ് ആൻഡ് റവന്യൂ ഹാവ് ടു ബി കാൽക്കുലേറ്റഡ് ആൻഡ് കമ്പയർഡ് യൂസിങ് ദി 3 ക്വസ്റ്റ്യൻസ് ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. 3 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. ആ 3 ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കമ്പാരിസൺ നടത്തേണ്ടത്, അതേപോലെ തന്നെ കോസ്റ്റും റവന്യൂ ഒക്കെ കാൽക്കുലേഷൻസ് നടത്തേണ്ടത്. അപ്പോൾ അവിടെ ബോട്ടിൽ നെക്ക് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ഇത് വാലിഡ് ആകും ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ, മറ്റൊന്ന് വരുന്നത്, ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആണ്. ഓക്കെ, ഇതെന്താണ് ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആണ്. ദി 3 questions can be analyzed for any time horizon. However, for long term, the risk and scenario analysis also has to be incorporated in the decision making process. ഓക്കെ, ലോങ് ടേം ആകുമ്പോൾ അവിടെ റിസ്ക്കും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് ടേം ആയിട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും ഈ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ക്രിറ്റിസിസം ഓഫ് ത്രൂപുട്ട് അക്കൗണ്ടിങ്. Then next we are discussing about the throughput accounting ratio, that is TPAR എന്ന് പറയും ഷോർട്ടായിട്ട്. കോൺട്രിബ്യൂഷൻ ഇറ്റ്സ് ട്രഡീഷണൽ ഫോം. ഓക്കെ, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ട്രഡീഷണൽ ഫോം ഈസ് നോട്ട് എ ഗുഡ് ഗൈഡ് ടു പ്രോഫിറ്റബിലിറ്റി ബിക്കോസ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് ആൻഡ് ദി റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഇഗ്നോർഡ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടേം കപ്പാസിറ്റിയെക്കുറിച്ചും അതേപോലെ കപ്പാസിറ്റി ഫാക്ടറിനെ കുറിച്ചും റേറ്റ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചും അത് എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ ഓർഡർ ടു മെഷർ പ്രോഫിറ്റബിലിറ്റി ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഷുഡ് ബി കാൽക്കുലേറ്റഡ്. നമ്മൾ എന്ത് ചെയ്യണം, ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം പ്രോഫിറ്റബിലിറ്റി കാണാൻ. ഓക്കെ, ദാറ്റ് ഈസ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ പെർ ഫാക്ടറി അവർ ഓർ മിനിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ ഓർ മിനിറ്റ് ആണ്. റിട്ടേൺ പെർ ഫാക്ടറി അവർ ഓർ മിനിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ ഓർ മിനിറ്റ് ആണ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ റിട്ടേൺ പെർ ഫാക്ടറി അവർ ഈസ് ഈക്വൽ ടു എന്താണ്, ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് ആണ്. ഓക്കെ, അതായത് റിട്ടേൺ പെർ ഫാക്ടറി അവർ കാണാൻ ത്രൂപുട്ട് പെർ യൂണിറ്റിനെ ടൈം പെർ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് റിട്ടേൺ പെർ ഫാക്ടറി അവർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സെയിൽസ് റവന്യൂവിൽ നിന്നും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി കോസ്റ്റ് പെർ ഫാക്ടറി അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റിനെ
എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടോട്ടൽ ടൈം അവൈലബിൾ ഫോർ ബോട്ടിൽ നെക്ക്. ഓക്കെ, ബോട്ടിൽ നെക്കിന് അവൈലബിൾ ആകുന്ന ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് പെർ ഫാക്ടറി അവർ കിട്ടും. അപ്പോൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ പെർ ഫാക്ടറി അവർ ഓർ മിനിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ ഓർ മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫ് TPAR ഈസ് ഗ്രേറ്റർ ദെൻ 1, നമുക്ക് കിട്ടുന്ന TPAR അക്കൗണ്ടിങ് റേഷ്യോ അവിടെ വരുന്ന എന്താണ്? ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഗ്രേറ്റർ ദെൻ 1 ആണെങ്കിൽ, 1-നേക്കാളും കൂടുതൽ വരുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് ത്രൂപുട്ട് എക്സീഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതിനർത്ഥം എന്താണ്? ത്രൂപുട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ എക്സീഡ് ചെയ്യുന്നു. അത് എന്തും റിസൾട്ടിങ് ഇൻ പ്രോഫിറ്റ്, അത് പ്രോഫിറ്റിലേക്ക് നയിക്കും. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് എന്താണ്? പ്രോഫിറ്റബിൾ ആണ് എന്നതാണ് അതിനർത്ഥം. അതായത് ഇവിടെ TPAR ഗ്രേറ്റർ ദെൻ 1 ആണെങ്കിൽ, എന്നാലോ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദെൻ 1, അവിടെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ലെസ് ദെൻ 1 ആണെങ്കിൽ ഇറ്റ് വുഡ് മീൻ ദാറ്റ് ത്രൂപുട്ട് ഡസ് നോട്ട് കവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ത്രൂപുട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിനെ കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് റിസൾട്ടിങ് ഇൻ എ ലോസ്. അതെന്ത് ചെയ്യും? ലോസിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ത്രൂപുട്ട് കിട്ടേണ്ടത് എന്താണ്? ഗ്രേറ്റർ ദെൻ 1 ആണ്. അതാണ് പ്രോഫിറ്റ് ആണെന്നുള്ളതിനെ എന്ത് ചെയ്യുന്നത്? മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ഏതൊക്കെ രീതിയിലാണ്? ഇൻക്രീസിങ് സെല്ലിംഗ് പ്രൈസ് പെർ ഈച്ച് യൂണിറ്റ് സോൾഡ്. സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുക. ഇനി രണ്ടാമത്തത് റെഡ്യൂസിങ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ്. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റിനെ റെഡ്യൂസ് ചെയ്യുക. ഇനി മൂന്നാമത്തതോ റെഡ്യൂസിങ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഇംപ്രൂവിങ് ദി പ്രൊഡക്ടിവിറ്റി ഓഫ് ദി അസംബിൾ വർക്ക് ആൻഡ് റെഡ്യൂസിങ് ദി ടൈം റിക്വയർഡ് ടു മേക്ക് ഈച്ച് യൂണിറ്റ്. ഈ 4 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? ഇൻക്രീസിങ് സെല്ലിംഗ് പ്രൈസ്, റെഡ്യൂസിങ് മെറ്റീരിയൽ കോസ്റ്റ്, reducing total cost operating cost, improving the productivity of the assembled work and reducing the time required to make the each unit. Okay, അപ്പോൾ ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എ കമ്പനി മാനുഫാക്ചർ എ സിംഗിൾ പ്രൊഡക്റ്റ് എ. ദി സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ₹25. ദി മെറ്റീരിയൽ കോസ്റ്റ് ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് സോൾഡ് ഈസ് ₹10. Total operating expenses are ₹1 lakh. Labor hours available are 25,000 hours each month. Each unit of product takes 3 hours to assembles. Calculate the throughput accounting ratio. Okay, അപ്പോൾ ഇവിടെ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 25 ആണ്. മെറ്റീരിയൽ കോസ്റ്റ് ഫോർ പെർ യൂണിറ്റ് എത്രയാണ്? 10 ആണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൊത്തം 1 lakh. ലേബർ അവേഴ്സ് മൊത്തം അവൈലബിൾ 25,000. ഓരോ യൂണിറ്റിനും എടുക്കുന്ന അവേഴ്സ് എന്ന് പറയുന്നത് 3 hours ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ നേരത്തെ പറഞ്ഞു. റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ ആണ്. റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ ആണ്. അതിനു മുമ്പ് നമ്മൾ എന്തറിയണം? ത്രൂപുട്ട് പെർ യൂണിറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അതായത് സെയിൽസ് റവന്യൂവിൽ നിന്നും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ത്രൂപുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സെയിൽസ് റവന്യൂ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 25 ആണ് പെർ യൂണിറ്റ്. മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 10 ആണ്. അപ്പോൾ 25 - 10 കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 15 കിട്ടും. ഇതാണ് ത്രൂപുട്ട് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് റിട്ടേൺ പെർ അസംബ്ലി ഹവർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിട്ടേൺ പെർ ഫാക്ടറി ഹവർ. ഓക്കെ, അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ത്രൂപുട്ട് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈം പെർ യൂണിറ്റ് ആണ്. ത്രൂപുട്ട് പെർ യൂണിറ്റ് നമ്മൾ കണ്ടെത്തി 15 ആണ്. ടൈം പെർ യൂണിറ്റ് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ടേക്സ് 3 hours എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 കണ്ടു കഴിഞ്ഞാൽ റിട്ടേൺ പെർ ഫാക്ടറി ഹവർ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത് കോസ്റ്റ് പെർ ഫാക്ടറി അവർ ആണ്. കോസ്റ്റ് പെർ ഫാക്ടറി അവർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അവൈലബിൾ ഫോർ ബോട്ടിൽ നെക്കാണ്. ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എത്രയാണ്? ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആർ ₹1 lakh എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 lakh ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അവൈലബിൾ എത്രയാണ്? 25,000 hours എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 25,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും കോസ്റ്റ് പെർ ഫാക്ടറി അവർ. ഇനി നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു.
അതായത് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ് റിട്ടേൺ പെർ ഫാക്ടറി അവർ എത്രയാണ് 5 ആണ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ എത്രയാണ് 4 ആണ് അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 4 ദറ്റ് ഈസ് ഈക്വൽ ടു 1.24 എന്ന് കിട്ടും ഹിയർ നമ്മൾ നോക്കേണ്ടത് എന്താണ് 1.24 ആണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ 1.24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്താണ് 1 ആണ് അപ്പോൾ അതെന്താണ് പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളതാണ് അതിനർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് ഇവിടെ പ്രോഫിറ്റബിൾ ആണെന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ആപ്ലിക്കേഷൻ ഫോർ ത്രൂപുട്ട് അക്കൗണ്ടിങ് ഒരു മൾട്ടി പ്രൊഡക്റ്റിൻ്റെ കേസിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം വരുമ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിനെ അപ്ലൈ ചെയ്യുവാൻ സാധിക്കും ജസ്റ്റ് ഒരു എക്സാമ്പിൾ മുഖേന നമുക്ക് പറയാം ഭാരത് മെറ്റൽ ലിമിറ്റഡ് മാനുഫാക്ചേഴ്സ് 4 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ബട്ട് ഡ്യൂ ടു ലിമിറ്റഡ് മെഷീൻ അവർ company is no longer able to meet the demand of all 4 products. In order to decide which product should be preferred in production, you are provided with the following data. Okay, അതായത് മാഗ്നറ്റൈറ്റ് സെയിൽസ് പ്രൈസ് 300 മെറ്റീരിയൽ കോസ്റ്റ് 150 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 90 ടൈം മിനിറ്റിൽ 30 ഹെമറ്റൈറ്റ് 450 സെയിൽസ് പ്രൈസ് മെറ്റീരിയൽ കോസ്റ്റ് 320 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 160 ടൈം 45 ദെൻ ഗോദൈറ്റ് സെയിൽസ് പ്രൈസ് 350 മെറ്റീരിയൽ കോസ്റ്റ് 150 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 80 then time minute 60 then next one limonite sales price 750 material cost 600 operation expense 400 time minute 20 required if machine hours are limited to 5000 hours then suggest the production supervisor which product is giving maximum throughput per limiting factor അതേപോലെ കാൽക്കുലേറ്റ് ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നൽകുമ്പോൾ ഒന്നാമത്തതിൽ നമ്മൾ പറയേണ്ടതാണ് ഫസ്റ്റിൽ നമ്മൾ പറയേണ്ടത് സജസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ വിച്ച് പ്രൊഡക്റ്റ് ഈസ് ഗിവിങ് മാക്സിമം ത്രൂപുട്ട് പെർ ലിമിറ്റിംഗ് ഫാക്ടർ എന്നുള്ളതാണ് ഓക്കെ ഈച്ച് പ്രൊഡക്റ്റ് ഈസ് കൺസ്യൂമിങ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ഓക്കെ ദെൻ കമ്പയറിങ് ത്രൂപുട്ട് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് വിൽ നോട്ട് ഗിവ് അസ് ആക്യുറേറ്റ് റിസൾട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കമ്പാരിസൺ ആക്യുറേറ്റ് റിസൾട്ട് നൽകുകയില്ല അപ്പോൾ ടു മേക്ക് ദ റിസൾട്ട് മോർ ആക്യുറേറ്റ് വി നീഡ് ടു ബ്രിങ് ഓൾ പ്രൊഡക്റ്റ് അറ്റ് വൺ കമ്പാരിസൺ പോയിന്റ് ഒരു ഒറ്റ കമ്പാരിസൺ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ലിമിറ്റ് ചെയ്യണം ഓക്കെ എല്ലാ പ്രൊഡക്റ്റിനും സെയിം ആവുന്ന രീതിയിൽ ആസ് ഇൻ ദി ക്വസ്റ്റ്യൻ ഈച്ച് പ്രൊഡക്റ്റ് ടേക്സ് ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ടൈം ടു കംപ്ലീറ്റ് Therefore, first we have to bring the product to any reference point which should be same for all. For example, 1 hour, 1 minute ഇങ്ങനെ ഒരു എന്താണ് കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്ന രീതിയിൽ സെയിം ആവുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എടുക്കണം അപ്പോൾ അത്തരത്തിൽ മാത്രമേ നമുക്കൊരു ആൻസറിലേക്ക് എത്താൻ പറ്റും അതിനുവേണ്ടി in order to find how much throughput each product is generating per minute which is also called a return per factory hour we will divide each product throughput over time it takes to finish which is limited. ഓക്കെ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് സെയിൽസ് പ്രൈസ് എത്രയാണ് 300 ആണ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ് 150 ആണ് അപ്പോൾ അതിൽ നിന്നും നമ്മൾ 300ൽ നിന്നും 150 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 150 കിട്ടും ആ 150യെ നമ്മൾ എന്ത് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ 30 കാണുന്നു അതായത് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമാണ് ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 5 എന്ന് കിട്ടും ഇതേപോലെ ഹെമറ്റൈറ്റിൻ്റെ ഇതും കാണുന്നു 450 മൈനസ് 320 130 ഡിവൈഡ് ബൈ 45 2.89 ഇനി ഗോദൈറ്റിൻ്റെത് 350 മൈനസ് 150 200 ഡിവൈഡഡ് ബൈ 60 3.33 എന്ന് കിട്ടും അതേപോലെ ലിമോനൈറ്റ് 750 മൈനസ് 600 150 എന്ന് കിട്ടും 150 ഡിവൈഡ് ബൈ 20 7.5 അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വരുന്ന ഏതിനാണ് ലിമോനൈറ്റിനാണ് ഓക്കെ മറ്റുള്ളതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഓൾസോ മീൻസ് ദാറ്റ് ഇഫ് സം അതർ പ്രൊഡക്റ്റ് ഈസ് സെലക്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ലിമോനൈറ്റ് ദെൻ ഓർഗനൈസേഷൻ വിൽ സഫർ ഫ്രം ഓപ്പർച്യൂണിറ്റി ലോസ് ഓക്കെ നമ്മൾ മറ്റുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ലോസ് ഉണ്ടാകും അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമാകുന്നൊരു എന്താണ് ബെനിഫിറ്റ് ഉണ്ടാകും അപ്പോൾ അത്തരത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി ലോസ് സംഭവിക്കും അപ്പോൾ ഇവിടെ ലിമോണൈറ്റ് ആണ് എന്ത് ഏറ്റവും നല്ല ത്രൂപുട്ട് നൽകുന്നത് ഈ ത്രൂപുട്ട് മാത്രം കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ നടക്കുകയില്ല അവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടെ നോക്കണം അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും കമ്പാരിസൺ നടത്തേണ്ടി വരും അപ്പോൾ ഇൻ സിമ്പിൾ വേർഡ്സ് വി ആർ കമ്പയറിംഗ് ദി റേറ്റ് ഓഫ് നെറ്റ് ഇൻഫ്ലോ അഗെയിൻസ്റ്റ് റേറ്റ് ഓഫ് ഔട്ട്ഫ്ലോ ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട്
ഇപ്പോൾ നമ്മളിവിടെ കോസ്റ്റ് പെർ ഫാക്ടർ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കോസ്റ്റ് പെർ ഫാക്ടർ അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 90 നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, മാഗ്നറ്റൈറ്റിൻ്റെ കേസിൽ 90 തരുന്നത്. ആ 90 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടൈം കൊണ്ട്. ടൈം എത്രയാണ്? 30 ആ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ 3 എന്ന് കിട്ടും. അതേപോലെ എമറ്റൈറ്റിൻ്റെത് 160 ഡിവൈഡ് ബൈ 45 3.56, ഗോതൈറ്റിൻ്റെത് 80 ഡിവൈഡ് ബൈ 60 1.33, ദെൻ ലിമോണൈറ്റിൻ്റെത് 400 ഡിവൈഡ് ബൈ 20 എന്ന് കിട്ടും. ഇതിലൂടെ നമുക്ക് കിട്ടിയത് എന്താണ്? കോസ്റ്റ് പെർ ഫാക്ടർ അവർ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓരോന്നിൻ്റെ കേസിലും ഈ 4 കേസിലും, അതായത് 4 കേസ് എന്ന് പറയുന്നത് മാഗ്നറ്റൈറ്റ്, എമറ്റൈറ്റ്, ഗോതൈറ്റ്, ലെമോണൈറ്റിൻ്റെ കേസിൽ 4 കേസിലും നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒന്നാമത് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞു, റിട്ടേൺ പെർ ഫാക്ടറി അവർ ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ വരുന്നത് എന്താണ്? റിട്ടേൺ പെർ ഫാക്ടറി അവർ ഡിവൈഡ് ബൈ കോസ്റ്റ് പെർ ഫാക്ടറി അവർ എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ 5 ഡിവൈഡ് ബൈ 3 വരും ഒന്നാമത്തേൽ, 1.67, രണ്ടാമത്തേൽ 2.89 ഡിവൈഡ് ബൈ 3.56 0.81, മൂന്നാമത്തേൽ 3.33 ഡിവൈഡ് ബൈ 1.33 എത്ര കിട്ടും? 2.5, 7.5 ഡിവൈഡ് ബൈ 50 3.38 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ നോക്കുക, എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതിൽ മൂന്നാമത്തത്, അതായത് മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് എബോവ് ഫിഗേഴ്സ് ക്ലിയർഡ് ദി പിക്ചർ ഗോതൈറ്റ് ഈസ് ദി ബെസ്റ്റ് ആൻഡ് ദി ഓൺലി പ്രോഫിറ്റ് മേക്കിംഗ് പ്രോഡക്റ്റ് ആസ് ഓൺലി ഗോതൈറ്റ് ത്രൂപുട്ട് റേഷ്യോ ഈസ് ഹയസ്റ്റ്, വിച്ച് മീൻസ് ദാറ്റ് inflow is much more than outflow and all other products are not generating enough inflow to cover outflow and thus making loss. ഓക്കെ, അപ്പോൾ കൂടുതൽ വരുമ്പോൾ എന്താണ് അതിന് അർത്ഥം? അതെന്താണ്? ഏറ്റവും നല്ല പ്രോഫിറ്റ് മേക്കിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗോതൈറ്റ് ആണ് ബെസ്റ്റ് ആൻഡ് ഓൺലി പ്രോഫിറ്റ് മേക്കിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബോട്ടിൽ നെക്കും ഓവർ ഹെഡ് ആട്രിബ്യൂഷനാണ്. ബോട്ടിൽ നെക്ക് ആൻഡ് ഓവർ ഹെഡ് ആട്രിബ്യൂഷൻ. ഓക്കെ, ചില സമയത്ത് ദർ മേ ബി എ വാണ്ടറിങ് ബോട്ടിൽ നെക്ക്. ഓക്കെ, അതായത് വാണ്ടറിങ് ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മീൻസ് ദാറ്റ് ദി ഐഡൻറ്റിഫൈഡ് കീ ബോട്ടിൽ നെക്ക് ഈസ് നോട്ട് ഫുള്ളി യൂട്ടിലൈസ്ഡ് ബിക്കോസ് ഓഫ് എ ടെമ്പററി ലിമിറ്റേഷൻസ് എൽസ്വെയർ. എവിടെയെങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ള പോരായ്മ കൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു ബോട്ടിൽ നെക്കിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യൂല. അങ്ങനെ വരുമ്പോൾ കോസ്ഡ് ബൈ കാരണം എന്താണ്? കോസ്ഡ് ബൈ പുവർ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഓക്കെ, ശരിയായ രീതിയിലുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ്ങും കൺട്രോളും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാണ്ടറിങ് ബോട്ടിൽ നെക്ക് ഉണ്ടാകുന്ന സമയത്ത് ആക്ച്വൽ ടൈം ഓൺ ദി കീ റിസോഴ്സ് ഇഷ്യൂഡിനെയല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. അവിടെ എന്താണ്? നോട്ട് ദി Then next we are discussing about bottleneck and overhead attribution. Bottleneck overhead attribution ആണ്. ചില സമയത്ത് there may be wandering. The next we are discussing about bottleneck and overhead attribution. ചില സമയത്ത് there may be a wandering bottleneck. This means that the identified key bottleneck is not fully utilized ബിക്കോസ് ഓഫ് എ ടെമ്പററി ലിമിറ്റേഷൻ എൽസ്വെയർ. എവിടെയെങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ള പോരായ്മ ഉള്ളതുകൊണ്ട് നമ്മുടെ ബോട്ടിൽ നെക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുകയില്ല. ഓക്കെ, കോസ്ഡ് ബൈ പുവർ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഓക്കെ, നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങും കൺട്രോളും യഥാർത്ഥമല്ലാത്ത രീതിയിൽ വരുന്നതുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇഫ് ദർ ഈസ് വാണ്ടറിങ് ബോട്ടിൽ നെക്ക് ദി ആക്ച്വൽ ടൈം ഓൺ ദി കീ റിസോഴ്സസ് യൂസ്ഡ്. ഓക്കെ, കീ റിസോഴ്സിൻ്റെ മുള്ള ആക്ച്വൽ ടൈമാണ് യൂസ് ചെയ്യുന്നത്, നോട്ട് ദി ആക്ച്വൽ ടൈം ഓൺ ദി വാണ്ടറിങ് ബോട്ടിൽ നെക്ക്. ഈ വാണ്ടറിങ് ബോട്ടിൽ നെക്കിൻ്റെ ആക്ച്വൽ ടൈമല്ല യൂസ് ചെയ്യുന്നത്. ത്രൂപുട്ട് അക്കൗണ്ടിങ് സജസ്റ്റ് ദാറ്റ് ഓവർഹെഡ് ഷുഡ് ബി ആട്രിബ്യൂട്ടഡ് ടു പ്രൊഡക്റ്റ് കോസ്റ്റ് അക്കോർഡിംഗ് ടു ദെയർ യൂസേജ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ്. ബോട്ടിൽ നെക്ക് റിസോഴ്സിൻ്റെ യൂസേജിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ഓവർഹെഡ് കോസ്റ്റിനെ ആട്രിബ്യൂഷൻ നടത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ത്രൂപുട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് ഇൻ ടു ബജറ്റഡ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ് പെർ മിനിറ്റ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ്.
ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ടിൻ്റെ സ്റ്റാൻഡേർഡ് മിനിറ്റ് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ബജറ്റഡ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പെർ യൂണിറ്റ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ത്രൂപുട്ട് കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പേഴ്സൻറ്റേജ് കാൽക്കുലേഷൻ നടത്തുന്ന എഫിഷ്യൻസി ഈക്വൽ ടു എങ്ങനെ വരും? ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു കിട്ടും? അതിൻ്റെ എഫിഷ്യൻസിയുടെ പേഴ്സൻറ്റേജ് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഇനി ഇവിടെ 100% താഴോട്ടേക്ക് എഫിഷ്യൻസി റേഷ്യോ വരുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. ഓക്കെ, അതിലൊന്നാമത് ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ബജറ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ബജറ്റ് ചെയ്യുന്നതിനേക്കാളും കുറവ് ആക്ച്വൽ ഔട്ട്പുട്ട് വരിക. ഓക്കെ, ഒരു വാണ്ടറിങ് ബോട്ടിലിനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ എന്താവും? അവിടെ നമ്മുടെ 100% താഴോട്ടേക്ക് പോകും. ഇനി ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് എക്സീഡ് ബജറ്റഡ് ലേബർ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ലേബർ കോസ്റ്റ് ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു എഫിഷ്യൻസി റേഷ്യോ 100%ന് താഴോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ഫാക്ടറി ഹാസ് എ കീ റിസോഴ്സ് ഓഫ് ഫെസിലിറ്റി എ which is available for 6,260 minutes per period. It produces two products X and Y. X requires 1 minute and Y requires 2 minutes in facility A. During a week, actual production was 4,750 units of product X and 650 units of product Y. Actual factory costs were 15,650. Calculate throughput cost for the week, efficiency percentage and comment on the possible reasons for the efficiency percentage calculation. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് കോസ്റ്റ് പെർ ത്രൂപുട്ട് കോസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ത്രൂപുട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ടോട്ടൽ എന്താണ്? ഫാക്ടറി കോസ്റ്റ് എത്രയാണ്? 15,650 ആണ്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടോട്ടൽ അവൈലബിൾ മിനിറ്റ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 6,250 ആണ്. അപ്പോൾ നമുക്ക് 2.5 കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് കിട്ടും. നെക്സ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് ഫോർ ദി വീക്കാണ്. ഒരു വീക്കിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് മിനിറ്റ് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് 4,750 ആണ് എക്സിൻ്റെ വരുന്നത്. എക്സിൻ്റെ 4,750 ആണ് പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത്. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 1 കൊണ്ട്. അതായത് 1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മിനിറ്റ് റിക്വയേഴ്സ് ആണ്. ഓക്കെ, ഓരോ യൂണിറ്റിനും ആവശ്യമായ മിനിറ്റാണ്. പ്ലസ് ഇനി വൈയുടേത് 650 യൂണിറ്റ്സ് ആണ് പ്രൊഡക്ഷൻ വരുന്നത് വീക്കിലി. ഓക്കെ, മൊത്തം 650 ആണ് വരുന്നത് വൈയുടെ പ്രൊഡക്ഷൻ വീക്കിലി. അപ്പോൾ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? വൈയുടെ മിനിറ്റ് എത്രയാണ്? 2 മിനിറ്റ് ആണ്. വൈ റിക്വയർസ് 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 6,050 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് ഫോർ ദി വീക്ക് 6,050. ഇവിടെ ത്രൂപുട്ട് കോസ്റ്റ് എത്രയാണ്? അപ്പോൾ 6,050 ഇൻറ്റു 2.5. അതായത് ത്രൂപുട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്? സ്റ്റാൻഡേർഡ് മിനിറ്റ് ഇൻറ്റു ബജറ്റഡ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് മിനിറ്റ് നമ്മൾ കണ്ടെത്തി എത്രയാണ്? 6,050 ആണ്. കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? ഫാക്ടറി മിനിറ്റ് എത്രയാണ്? 2.5 ആണ്. അപ്പോൾ ഇവിടെ ത്രൂപുട്ട് കോസ്റ്റ് ഫോർ വീക്ക് 15,125 എന്ന് നമുക്ക് കിട്ടും. 15,125 എന്ന് നമുക്ക് ത്രൂപുട്ട് കോസ്റ്റ് ഫോർ വീക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ബോട്ടിൽ നെക്ക് റിസോഴ്സസ് ഫെസിലിറ്റി എ ഈസ് അവൈലബിൾ ഫോർ 6,260 മിനിറ്റ്സ് പെർ വീക്ക്. ബട്ട് പ്രൊഡ്യൂസ്ഡ് ഓൺലി 6,050 സ്റ്റാൻഡേർഡ് മിനിറ്റ്സ്. അപ്പോൾ ഇവിടെ എന്താണ് ഇത് വരുന്നത്? എന്തുകൊണ്ടാണ്? ദിസ് ഇസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് വാണ്ടറിംഗ് ബോട്ടിൽ നെക്ക് കോസിംഗ് ഫെസിലിറ്റി എ ടു ബി അണ്ടർ യൂട്ടിലൈസ്ഡ് ഓർ ഇൻഎഫിഷ്യൻസി ഇൻ ഫെസിലിറ്റി എ. ബോട്ടിൽ നെക്ക് റിസോഴ്സ് ഫെസിലിറ്റി എക്ക് അവൈലബിൾ ആകുന്നത് 6,260 മിനിറ്റ്സ് ആണ് പെർ വീക്കിൽ. ബട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 6,050 മാത്രമാണ്, സ്റ്റാൻഡേർഡ് മിനിറ്റ് മാത്രമാണ്. അത് ഈ ഒരു വാണ്ടറിംഗ് ബോട്ടിൽ നെക്ക് ഉള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ എന്താവാം? ഇൻഎഫിഷ്യൻസി ഇൻ ഫെസിലിറ്റി എ ആവാം, ഇൻഎഫിഷ്യൻസി കൊണ്ടും ആകാം. അപ്പോൾ ഇതാണ് ഈ ഒരു വാണ്ടറിംഗ് ബോട്ടിൽ നെക്കിൻ്റെ കേസിൽ വരുന്നത്. ദ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ത്രൂപുട്ട്. ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് റിവ്യൂ യുവർ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ. നിലവിലുള്ള വർക്ക് ഫ്ലോ എന്ത് ചെയ്യുക? റിവ്യൂ ചെയ്യുക. ഓക്കെ,
അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് യുവർ ത്രൂപുട്ട് ടു റിവ്യൂ യുവർ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ. എങ്ങനെയാണ്? യു കാണ്ട് മേക്ക് എനി ഇംപ്രൂവ്മെൻറ്റ് അണ്ടിൽ യു ആക്ച്വലി നോ ഹൗ യുവർ ഷോപ്പ് ഫോർ ഫങ്ഷൻ. ദർ ആർ 3 മെയിൻ ഏരിയാസ്. അതായത് ഏതൊക്കെയാണ്? ലേബർ, എക്വിപ്മെൻറ്റ്, പ്രോസസ്സ്. ഈ 3 കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കോൺസെൻട്രേഷൻ കൊടുക്കണം. യഥാർത്ഥത്തിൽ ലേബർ കൃത്യമായിട്ട് എന്താണോ റേറ്റ് പൊസിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, സ്കിൽഡ് ലേബർ ആണ് എന്നുള്ളതിനെക്കുറിച്ച്. ഇനി അതേപോലെ എക്വിപ്മെൻറ്റ്, ഈസ് ഓൾ യുവർ എക്വിപ്മെൻറ്റ് ഇൻ ഗുഡ് റിപ്പയർ. ഓക്കെ, ഇനി ടെക്നോളജിയും കാര്യങ്ങളെക്കുറിച്ച്. അതേപോലെ തന്നെ ഡു യു ഹാവ് ക്ലിയർലി മാപ്ഡ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാൻ, ത്രൂപുട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവ്യൂ യുവർ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ ആണ്. അവിടെ നമ്മൾ 3 കാര്യങ്ങൾ നോക്കണം: ലേബേഴ്സിനെയും, എക്വിപ്മെൻറ്റിനെയും, അതേപോലെ പ്രോസസ്സിനെയും. ഇനി രണ്ടാമത്തത് എലിമിനേറ്റ് ബോട്ടിൽ നെക്കാണ്. ബോട്ടിൽ നെക്ക് പരമാവധി കുറക്കണം. ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻ ആണ്. നൗ ദാറ്റ് യു ഹാവ് റിവ്യൂഡ് യുവർ എക്സിസ്റ്റിംഗ് വർക്ക് ഫ്ലോ ആൻഡ് ഐഡൻറ്റിഫൈഡ് വെർ യുവർ പ്രോബ്ലം യു ആർ ക്യാൻ വർക്ക് ഓൺ എലിമിനേറ്റിംഗ് ബോട്ടിൽ നെക്ക്. ഓക്കെ, അപ്പം ബോട്ടിൽ നെക്ക് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. തേർഡ് വൺ വരുന്നത് റെഡ്യൂസ് എക്വിപ്മെൻറ്റ് ഡൗൺ ടൈം. എക്വിപ്മെൻറ്റ് ഡൗൺ ടൈം ആവുന്നത് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. അപ്പോൾ നമ്മുടെ എക്വിപ്മെൻറ്റ് ഡൗൺ ടൈം കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ത്രൂപുട്ട് കൂട്ടാൻ പറ്റും. ഇനി മറ്റൊന്ന് റെഡ്യൂസ് പാർട്സ് റിജക്ഷൻ റേറ്റ് ആണ്. പാർട്സ് റിജക്ഷൻ റേറ്റ് കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ പാർട്ടുകൾ പരമാവധി റിജക്ഷൻ നടത്തുന്നത് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി ഇംപ്രൂവ് എംപ്ലോയി ട്രെയിനിങ്. എംപ്ലോയീസിന് ട്രെയിനിങ് നൽകുക എന്നുള്ളതാണ്. വെൻ എംപ്ലോയി ലാക്ക് പ്രോപ്പർ ട്രെയിനിങ് they may not have the skill and competence to find improvement that they can make at their work station. ഓക്കെ, നല്ല ട്രെയിനിങ് കിട്ടിയ സ്റ്റാഫ് ആണെങ്കിൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ത്രൂപുട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, മാക്സിമം ത്രൂപുട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇംപ്രൂവ് എംപ്ലോയി ട്രെയിനിങ് ആണ് മറ്റൊന്ന് വരുന്നത്. ദെൻ യൂസ് ഫാക്ടറി ഓട്ടോമേഷൻ. ഫാക്ടറി ഓട്ടോമേഷൻ ആണ്. ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ത് ചെയ്യുക? കൺസിഡർ ഓട്ടോമാറ്റിക് സം ഓഫ് യുവർ മാനുഫാക്ചറിങ് പ്രോസസ്. ഇവൻ യുവർ മോസ്റ്റ് ഡെഡിക്കേറ്റഡ് ആൻഡ് സ്കിൽഡ് എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് എക്സോസ്റ്റഡ് ആഫ്റ്റർ എ ഫ്യൂ hours ആൻഡ് ഹെവി ലേബർ ലീഡിങ് ടു റെഡ്യൂസ്ഡ് വർക്ക് കൺസിസ്റ്റൻ്റ്ലി ആൻഡ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഇഞ്ചുറി. അപ്പോൾ എത്ര നല്ല സ്കിൽഡ് ലേബർ ആണെങ്കിലും അവർക്ക് ആ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷേങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഫാക്ടറിയിൽ അതെന്താവും? റിപ്പീറ്റേറ്റീവ് ടാസ്കും സ്പീഡിലി വർക്കും ചെയ്യും. അതിലൂടെ നമുക്ക് ത്രൂപുട്ടിനെ ഇൻക്രീസ് ചെയ്യുവാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോബ്ലംസ് ഇൻ ത്രൂപുട്ട് അക്കൗണ്ടിങ് ആണ്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. അതിൽ ഒന്നാമത്തത് എക്സസീവ് ബജറ്റ് കട്ട്, അതേപോലെ ലാക്ക് ഓഫ് ഫോക്കസ് ഓൺ നോൺ ബോട്ടിൽ നെക്ക്, റെസിസ്റ്റൻസ് ഫ്രം സ്റ്റാഫ്, കോൺഫ്ലിക്ട്സ്, റിക്വയേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്, ബിഗ് ഡാറ്റ കളക്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ഡിഫറെൻറ്റ് ബിഹേവിയർ ഓഫ് മെട്രിക്സ്, ഫ്രീക്വൻറ്റ് ചേഞ്ച് ഇൻ ത്രൂപുട്ട്, ഡിഫിക്കൽട്ടി ഇൻ ദി ഡിറ്റർമിനേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? പ്രോബ്ലംസ് ആണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിങ്ങും ത്രൂപുട്ട് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ആഡ് ടു വാല്യൂ ആണ്. വാല്യൂവിലേക്കാണ് പ്രൊഡക്ഷൻ ആഡ് ചെയ്യുന്നത്. എന്നാൽ സെയിൽസ് ഓഫ് പ്രൊഡക്ഷൻ ആഡ് വാല്യൂ. ഓക്കെ, ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ സെയിൽസ് ആണ് എന്ത് ചെയ്യുന്നത്? വാല്യൂവിൽ ആഡ് ചെയ്യുന്നത്. ഇനി ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിങ്ങിൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ ആൻഡ് ഫെസിലിറ്റി ഈസ് ടേക്കൺ ആസ് ദി മെഷർ ഓഫ് എഫിഷ്യൻസി. കപ്പാസിറ്റിയും ഫെസിലിറ്റിയും നമ്മൾ ഒരു എഫിഷ്യൻസി മെഷറായിട്ടാണ് ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിങ്ങിൽ എടുക്കുന്നത്. എന്നാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലോ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഈസ് മെഷേർഡ് ബൈ അഡ്ഹറൻസ് ടു ഷെഡ്യൂൾ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡെലിവറി ഡേറ്റ്സ്. ഓക്കെ, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ മെഷർ ചെയ്യുന്നത് ഷെഡ്യൂൾ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡെലിവറി ഡേറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലൂടെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. തേർഡ് വൺ ആണ് ലേബർ ആൻഡ് സെർട്ടൈൻ കോസ്റ്റ് ആർ ടേക്കൺ ആസ് വാരിയബിൾ കോസ്റ്റ്. ലേബർ കോസ്റ്റും അതേപോലെ മെറ്റീരിയൽ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതൊക്കെ നമ്മൾ വാരിയബിൾ കോസ്റ്റ് ആയിട്ട് ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിങ്ങിൽ ട്രീറ്റ് ചെയ്യും. എന്നാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലോ എല്ലാ കോസ്റ്റിനെയും ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടാണ്, മെറ്റീരിയൽ കോസ്റ്റ് അല്ലാത്ത. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ റിയൽ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ട്രൂ വേരിയബിൾ കോസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ദ നെക്സ്റ്റ് ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിങ്ങിൽ സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത്. എന്നാലോ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിലോ മെറ്റീരിയൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്കിനെ എന്ത് ചെയ്യുന്നത്? വാല്യൂ ചെയ്യുന്നത്. സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓൺലി. ഓക്കെ,
നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് ഈസ് മെയിൻലി ഡൺ ഫോർ ഷോർട്ട് ടേം ഡിസിഷൻ. ട്രഡീഷണൽ പ്രൊഡക്റ്റ് കോസ്റ്റിങ്ങിൽ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് നൽകുന്നത് എന്താണ്? ഷോർട്ട് ടേം ഡിസിഷനും വേണ്ടിയിട്ടാണ്. എന്നാൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് ഫോർ പ്ലാനിങ് ആൻഡ് ഇംപ്രൂവിങ് പ്രോഫിറ്റ് ബൈ ഇൻക്രീസിങ് ഫ്ലോ പ്രൊഡക്ഷൻ. പ്രോഫിറ്റ് പ്ലാനിങ്ങിനും അതേപോലെ തന്നെ പ്രോഫിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ത്രൂപുട്ട് അക്കൗണ്ടിങ് ആൻഡ് കോൺട്രിബ്യൂഷൻ അപ്രോച്ച്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ പഠിക്കുന്ന ഒരു ടേമാണ്. അതായത് മാർജിനൽ കോസ്റ്റിങ്ങിൽ ഇറ്റ് ഈസ് സിംപ്ലി റിവേഴ്സ് ടു എന്താണ്? എക്സസ് ഓഫ് സെയിൽസ് റവന്യൂ ഓവർ വേരിയബിൾ കോസ്റ്റിനെ നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയും. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് എന്താണ് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ഓൺ ദി അതർ ഹാൻഡ് ത്രൂപുട്ട് മീൻസ് എന്താണ്? എക്സസ് ഓഫ് സെയിൽസ് റവന്യൂ ഓവർ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെയാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ത്രൂപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് റവന്യൂയിൽ നിന്നും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റിനെ മാത്രമാണ് മൈനസ് ചെയ്യുന്നത്. എന്നാൽ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനോ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൊത്തമാണ്. അണ്ടർ കോൺട്രിബ്യൂഷൻ അപ്രോച്ച് വേരിയബിൾ കോസ്റ്റ് കംപ്രൈസസ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, വേരിയബിൾ ഓവർഹെഡ് ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. ഓൾ അതർ കോസ്റ്റ് ആർ ഫിക്സ്ഡ് വിച്ച് ആർ റിട്ടേൺ ഓഫ് അഗെയിൻസ്റ്റ് കോൺട്രിബ്യൂഷൻ. ദി ബാലൻസ് റിപ്രസെൻറ്റഡ് പ്രോഫിറ്റ്. എന്നാൽ കോൺട്രിബ്യൂഷൻ്റെ കേസിൽ ഇങ്ങനെയാണെങ്കിൽ ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെറ്റീരിയൽ കോസ്റ്റിനെയാണ് മൈനസ് ചെയ്യുന്നത്. മറ്റുള്ളതൊക്കെ എന്താണ്? ഫിക്സ്ഡ് ആയിട്ടാണ് ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൽ എടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് സെയിൽസ് നിന്നും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്ന് ഡയറക്റ്റ് ലേബറിനെയും അതർ മാനുഫാക്ചറിങ് എക്സ്പെൻസിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ആസ് പെർ മാർജിനൽ കോസ്റ്റിംഗ് കിട്ടും. അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മിക്കുക. സെയിൽസിൽ നിന്നും ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം കുറക്കുമ്പോൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷനാണ്. അതിൽ നിന്ന് ഡയറക്റ്റ് ലേബറും മറ്റുള്ള ഡയറക്റ്റ് എക്സ്പെൻസും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ ആസ് പെർ മാർജിനൽ കോസ്റ്റും കിട്ടും. അതിൽ നിന്ന് ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇനി ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കോസ്റ്റിംഗ് അപ്രോച്ച് അണ്ടർ വിച്ച് ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽ ആർ റെക്കോർഡഡ് ആസ് ഇൻവെൻട്രി കോസ്റ്റ് വൈൽ ഓൾ അതർ മാനുഫാക്ചറിങ് കോസ്റ്റ് ആർ എക്സ്പെൻസ്ഡ് ആസ് പീരീഡ് കോസ്റ്റ്. അതായത് പീരീഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഓൺലി ഡയറക്റ്റ് മെറ്റീരിയൽ ആർ റെക്കോർഡഡ് ആസ് ഇൻവെൻട്രി കോസ്റ്റ്. മറ്റുള്ള എല്ലാ കോസ്റ്റിനെയും നമ്മൾ എന്തായിട്ട് എടുക്കും? പീരീഡ് കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് എടുക്കും. സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആർ എക്സ്പെൻസ്ഡ് ആസ് പീരീഡ് കോസ്റ്റ് ആസ് വെൽസ്. ഓക്കെ, സെല്ലിങ്ങും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും അതേപോലെ എന്താണ്? പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് ത്രൂപുട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ത്രൂപുട്ട് കോസ്റ്റിംഗ് സിസ്റ്റം പ്രകാരം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരക്കാം എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ സെയിൽസ് റവന്യൂ കാണിച്ചു, പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം കുറക്കുന്നു, അപ്പോൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. അതിൽ നിന്നും ഡയറക്റ്റ് എക്സ്പെൻസുകൾ മൈനസ് ചെയ്യുന്നു. ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. എക്സാമ്പിൾ, the following performance statistics are extracted from the records of a company which has just completed first year of its operation. Planned output 1 lakh units, actual output 1 lakh units, sales 90,000 units at 80 per unit, direct material cost per unit 15, direct labor cost 4 lakh, variable manufacturing overhead expense 6 lakh, fixed manufacturing overhead expense 20 lakh, variable administration and selling overhead 10 per unit, fixed administration and selling overhead 10 lakhs. Prepare income statement under absorption costing and throughput costing. ഓക്കെ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പ്രകാരവും ത്രൂപുട്ട് അക്കൗണ്ടിങ് പ്രകാരവും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഇവിടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് മെത്തേഡ് പ്രകാരം എങ്ങനെയെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിക്കുന്നു. മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാണ്? 1 lakh ആണ് വരുന്നത്. ഇൻറ്റു 15, 1 lakh 15 lakh വരും. ഇനി ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 4 lakh ക്വസ്റ്റ്യനിൽ തന്നതാണ്. വേരിയബിൾ ഓവർ ഹെഡ്സ് 6 lakh ക്വസ്റ്റ്യൻ തന്നതാണ്. ഫിക്സ്ഡ് ഓവർ ഹെഡ് ഇവിടെ 20 lakhs എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് അവൈലബിൾ ഫോർ സെയിൽ എത്രയാണ്? 45 lakh ആണ്. അതായത് 15 lakh പ്ലസ് 4 lakh പ്ലസ് 6 lakh പ്ലസ് എന്താണ് 20 lakh ആണ്.
ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 45 lakhs എന്ന് ടോട്ടൽ കിട്ടും. അതിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുന്നു. എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ഇവിടെ ഔട്ട്പുട്ട് വരുന്നത് എത്രയാണ്? 1 lakh ആണ്. പക്ഷേ സെയിൽസ് നടത്തുന്നത് എത്രയാണ്? 90,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അവിടെ 10% എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് മാറ്റി വെക്കുകയാണ് 10%. അപ്പോൾ ഇവിടെ 10% ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് 45 lakh ആണ്. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് 10% എത്രയാണ്? അതിൻ്റെ 10% കണ്ടു കഴിഞ്ഞാൽ 4,50,000 ആണ്. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര വരും? 40,50,000 എന്ന് വരും. സെയിൽസ് റവന്യൂ എത്രയാണ്? 90,000 × 80 കണ്ടു കഴിഞ്ഞാൽ 72 lakhs എന്ന് കിട്ടും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്ര വരും? ആ 72 lakhsൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 31,50,000 എന്ന് ഗ്രോസ് പ്രോഫിറ്റിന് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ്, അതായത് വേരിയബിൾ ആയിട്ട് വരുന്ന 90,000 × 10 കണ്ടു കഴിഞ്ഞാൽ 9 lakh, ഫിക്സ്ഡ് എത്ര? 10 lakh. അപ്പോൾ 19 lakh മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര കിട്ടും? 12,50,000 എന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ടെക്നിക്ക് പ്രകാരം ഇതേ രീതിയിലാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ത്രൂപുട്ട് അക്കൗണ്ടിങ് കോസ്റ്റ് ആണെങ്കിൽ, ത്രൂപുട്ട് കോസ്റ്റിംഗ് മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സെയിൽസിനെ കാണിച്ചു. 90,000 × 80 എത്ര? 72 lakhs. കോസ്റ്റ് ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്ര? 1 lakh × 15 എത്ര? 15 lakh വരും. അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിനെ മൈനസ് ചെയ്യുക 10%. അപ്പോൾ 1,50,000 കിട്ടും. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 13,50,000. ഇപ്പോൾ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്ര വരും? 58,50,000 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമാണ് കുറക്കേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഓക്കെ, അതായത് 10% കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് നേരത്തെ പറഞ്ഞു 10% എങ്ങനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ത്രൂപുട്ട് കോസ്റ്റിങ്ങിൽ നമ്മൾ ആദ്യം മെറ്റീരിയൽ കോസ്റ്റാണ് മൈനസ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് മറ്റുള്ള എല്ലാ കോസ്റ്റുകളും മൈനസ് ചെയ്യുന്നു. അതിന് പീരീഡ് കോസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 4 lakh, വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് 6 lakh, ഫിക്സ്ഡ് മാനുഫാക്ചറിങ് ഓവർ ഹെഡ് 20 lakh, വേരിയബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് 9 lakh, ഫിക്സ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർ ഹെഡ് 10 lakh. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതായത് 49 ലക്ഷം എന്ന് കിട്ടും. മൊത്തം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും 9,50,000. അപ്പോൾ ഇതേ രീതിയിലാണ് ത്രൂപുട്ട് കോസ്റ്റിംഗ് സിസ്റ്റം പ്രകാരം നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. സെയിൽസിൽ നിന്നും മെറ്റീരിയൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ ത്രൂപുട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. ഇവിടെ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ളതുകൊണ്ട് ഓപ്പണിങ്ങിനെ ആഡ് ചെയ്ത് ക്ലോസിങ്ങിനെ മൈനസ് ചെയ്തു. ഓക്കെ, അതിൽ നിന്ന് എല്ലാ പീരീഡ് കോസ്റ്റിനെയും കുറച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പാർട്ടിൽ പഠിക്കേണ്ടത്. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MCOM വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഈസ് എ method for developing cost estimate in which the project is subdivided into discrete quantifiable activities or a work unit. ഇവിടെ ചെയ്യുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കോസ്റ്റ് അലോക്കേഷൻസ് നടന്നത്. ദാറ്റ് ഈസ് ABC സിസ്റ്റം കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസ് and assigns cost to objectives such as product and services on the basis of activities undertaken to produce each product or services. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആക്ടിവിറ്റിയും റിലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ് ആണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ABC സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പ് ട്രഡീഷണൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ട്രഡീഷണൽ സിസ്റ്റത്തിൻ്റെ ചില ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ജസ്റ്റ് നമ്മൾ നോക്കുന്നത്. അതായത് ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം എന്തായിരുന്നു? ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് വെൻ യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എ ടിപ്പിക്കൽ പ്രൊഡക്റ്റ് സ്ട്രാറ്റജിക് ഡിസിഷൻ.
ഓക്കെ, നമ്മൾ സ്ട്രാറ്റജി ഡിസിഷൻ എടുക്കാനും അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനുമൊക്കെ എന്തായിരുന്നു, ഇനപ്രോപ്രിയേറ്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനാണ് പുതുതായിട്ട് ABC സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദി ട്രഡീഷണൽ ഫിക്സ്ഡ് വേഴ്സസ് വേരിയബിൾ കോസ്റ്റ് സ്പ്ലിറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ പഠിച്ചിട്ടുള്ള വേരിയബിൾ എന്നും ഫിക്സ്ഡ് എന്നും വരുന്ന ക്ലാസിഫിക്കേഷൻ എന്താണ്, അൺറിയലിസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ റിയലിസ്റ്റിക് അല്ലാത്തത് കൊണ്ട് തന്നെ ബിസിനസ് ഗ്രോസ് ദേ ഓഫൺ ബിക്കം മോർ കോംപ്ലക്സ്. ഓക്കെ, അപ്പോൾ ബിസിനസ് വളരുന്നതിനനുസരിച്ച് അതെന്താവും, വലിയ കോംപ്ലക്സ് ഉണ്ടാക്കും. ആ ഒരു പ്രോബ്ലം പരിഹരിക്കാനാണ് ഈ ഒരു ABC സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊന്ന് വരുന്നത്, ഇൻ കേസ് ഓഫ് കമ്പനീസ് മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് usually make decisions on pricing, product mix and process technology etc. based on distorted cost information due to difficulties in traditional costing system in collection, classification, allocation and recovery of overhead to individual product. നേരത്തെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ അവിടെ എന്താണ്, വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡിസിഷൻ എടുക്കാൻ, പ്രൈസിങ്ങിനും പ്രൊഡക്റ്റ് മിക്സിൻ്റെയും അതേപോലെ തന്നെ പ്രോസസ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഡിഫിക്കൽട്ടീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ഓവർകം ചെയ്യുവാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ്, ദി കോസ്റ്റ് സ്ട്രക്ചർ ഈസ് ചേഞ്ചിങ് എസ്പെഷ്യലി വെൻ മേക്കിംഗ് ഡയറക്റ്റ് ലേബർ കോമ്പണൻറ്റ് ടു സ്മോൾ പ്രൊപ്പോർഷൻ. ഡയറക്റ്റ് ലേബർ പ്രൊപ്പോർഷനിൽ ചെറിയൊരു മാറ്റം സംഭവിക്കുമ്പോൾ തന്നെ കോസ്റ്റ് സ്ട്രക്ചറിൽ നല്ലൊരു ചേഞ്ചസ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് മറ്റൊന്ന് വരുന്നത്, ട്രഡീഷണൽ അക്കൗണ്ടിങ് വാസ് കൺഫൈൻഡ് മിയർലി ടു ഫേർണിഷിംഗ് ഇൻഫർമേഷൻ അറ്റ് പ്രൊഡക്റ്റ് ലെവലായിട്ടാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ദി ന്യൂ മാനുഫാക്ചറിങ് ടെക്നോളജി ഡിമാൻഡ്സ് ദി ഫീഡ്ബാക്ക് ഓഫ് പെർഫോമൻസ് വൈൽ പ്രൊഡക്ഷൻ ഈസ് സ്റ്റിൽ ഇൻ പ്രോഗ്രസ് റേദർ ദാൻ ഹിസ്റ്ററി. ഓക്കെ, പ്രൊഡക്റ്റ് ലെവലിലേക്കാണും എന്താണ്, പെർഫോമൻസിനാണ് എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്, ഫീഡ്ബാക്ക് ഓഫ് പെർഫോമൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദ നെക്സ്റ്റ് വൺ ആണ്, ദർ ഈസ് ഓൾസോ ആൻ അർജൻറ്റ് നീഡ് ടു ഇൻറ്റഗ്രേറ്റ് ദി ആക്ടിവിറ്റി മെഷർമെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ മെഷർമെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ മെഷർമെൻറ്റും ആക്ടിവിറ്റി മെഷർമെൻറ്റും ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇൻറ്റഗ്രേഷൻ ആവശ്യമായതോടുകൂടിയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നത്, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ഇത്രയും വരുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കൺസെപ്റ്റ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഈ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, മാനുഫാക്ചറിങ് സെക്ടറിലാണ്, US മാനുഫാക്ചറിങ് സെക്ടറിലാണ് ഇൻ 1970s and 80s. It is a practice in which activities are identified and all related costs of performing them are calculated, providing actual cost chargeable. ഓക്കെ, നമ്മൾ ഇവിടെ ആക്ടിവിറ്റീസിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. ഫോക്കസ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഈസ് ആക്ടിവിറ്റീസ്. ദസ് ഐഡൻറ്റിഫൈയിങ് ആക്ടിവിറ്റീസ് ഈസ് എ ലോജിക്കൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡിസൈനിങ് ആൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഓക്കെ, an activity is an event, task or unit of work with a specified purpose. ടാസ്ക് ആവാം, അല്ലെങ്കിൽ ഇവൻ്റ് ആവാം, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് വർക്ക് ആവാം. ഇതൊക്കെ എന്താണ്, ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റ് ക്ലാസിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നു, അതിനെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ നടക്കുന്നത്. ദെൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു CIMA ടെർമിനോളജി ഡിഫൈൻസ് ABCS എ കോസ്റ്റ് ആട്രിബ്യൂഷൻ ടു കോസ്റ്റ് യൂണിറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ബെനിഫിറ്റ് റിസീവ്ഡ് ഫ്രം ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസ്. ഓക്കെ, എ കോസ്റ്റ് ആട്രിബ്യൂഷൻ ടു കോസ്റ്റ് യൂണിറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ബെനിഫിറ്റ് റിസീവ്ഡ് ഫ്രം ഇൻഡയറക്റ്റ് ആക്ടിവിറ്റീസ്. മറ്റൊരു ഡെഫിനിഷൻ, എ മെത്തേഡ് ഓഫ് മെഷറിംഗ് ദി കോസ്റ്റ് ആൻഡ് പെർഫോമൻസ് ഓഫ് activities and cost object assigns cost to activities based on their use of resources and assigns cost to cost object based on their use of activities. ABC recognizes the causal relationship of cost drivers to activities. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ കോസ്റ്റ് ഒബ്ജക്റ്റിനെ ബേസ്ഡ് ഓൺ എന്താണ്, ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. അതെയാണ് നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്.
അതിൽ ഫസ്റ്റ് വൺ ആണ്, ഇറ്റ് ഈസ് എ ടൂൾ ഫോർ റെഫറിങ് എ കോസ്റ്റ് സിസ്റ്റം. ഓക്കെ, ഒരു കോസ്റ്റ് സിസ്റ്റത്തിൽ ഉള്ള ഒരു ടൂളാണ് ഈ ഒരു ABC സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഓൾ ഓവർ ഹെഡ് ആർ അപ്പോർഷൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ആക്ടിവിറ്റീസ്. എല്ലാ ഓവർ ഹെഡിനെയും ഇവിടെ അപ്പോർഷൻമെൻറ്റ് നടത്തുന്നത് ബേസ്ഡ് ഓൺ എന്താണ്? ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി കൺസ്യൂംഡ് ബൈ പ്രൊഡക്റ്റ് ഓർ ജോബ്. ഓരോ ജോബും അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റും കൺസ്യൂം ചെയ്യുന്ന ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോസ്റ്റിനെ അപ്പോർഷൻ നടത്തുന്നത്. The next one, overhead costs are apportioned to different product in proportion to cost driving activities. Okay, ഓരോ പ്രൊഡക്റ്റിനെയും ഡിഫറെൻറ്റ് പ്രൊഡക്റ്റിനെ നമ്മൾ കോസ്റ്റ് അലോക്കേഷൻ, ഓവർഹെഡ് അലോക്കേഷൻസ് നടത്തുന്ന, അപ്പോർഷൻമെൻറ്റ് നടത്തുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കോസ്റ്റ് ഡ്രൈവിങ് ആക്ടിവിറ്റീസിൻ്റെ പ്രൊപ്പോർഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് നാലാമത്തത്, കോസ്റ്റ് ഇൻ ഈച്ച് പൂൾ ഹാവ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഓരോ കോസ്റ്റ് പൂളിലും അവിടെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകും, ഒരു കാര്യകാരണ ബന്ധമുണ്ടാകും വിത്ത് കോസ്റ്റ് അലോക്കേഷൻ ബേസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. The next one, helping the management to eliminate expensive activities. എക്സ്പെൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ എലിമിനേറ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു എന്താണ് ABC സിസ്റ്റത്തിൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. The next we are discussing about need for emergence of activity based costing. ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ എമർജൻസിൻ്റെ നീഡ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ കോസ്റ്റ് സിസ്റ്റം ഡിസൈൻ ചെയ്തത് വെൻ മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് മാനുഫാക്ചർഡ് എ നാരോ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ്. ഒരു നാരോ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽസ് ആൻഡ് ഡയറക്റ്റ് ലേബർ വേർ ദി ഡൊമിനൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അന്നേരം ആ സമയത്തൊക്കെ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ആയിരുന്നു ഡൊമിനൻ്റ് ആയിട്ട് നിലനിന്നിരുന്നത് കോസ്റ്റിൽ. എന്നാൽ കമ്പനീസ് എന്ത് ചെയ്യുന്നു, ഇപ്പം വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഓവർ ഹെഡ് ആർ വൈറ്റൽ ഇമ്പോർട്ടൻസ്. ഓവർ ഹെഡിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് ടു അപ്പോർഷൻ ദി ഓവർ ഹെഡ് ബേസ്ഡ് ഓൺ ഓൺലി ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബറിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ഓവർ ഹെഡിനെ നമുക്ക് അപ്പോർഷൻമെൻറ്റ് നടത്തുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിലുണ്ടായിരുന്ന ആ ഒരു പോരായ്മ മറികടക്കാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് അതേപോലെ അലോക്കേഷൻസ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടേംസ് ഇൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ടേംസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. That is, an activity means an aggregate of closely related tasks having some specific functions, okay, which are used for completion of goal or objectives. ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഗ്രഗേറ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടാസ്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊത്തത്തിലുള്ള ക്ലോസ്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ അഗ്രഗേറ്റ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ടാസ്ക് ഹാവിങ് സം സ്പെസിഫിക് ഫംഗ്ഷൻ വിച്ച് ആർ യൂസ്ഡ് ഫോർ കംപ്ലീഷൻ ഓഫ് ഗോൾ ഓർ ഒബ്ജക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ് ഈസ് എൻ ആക്ടിവിറ്റി. Okay, it includes receiving order from customers, interacting with the production department regarding capacity to produce, and giving commitment to customer regarding delivery time. Other activities may be assembling, packaging, advertising. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ക്ലോസ്ലി റിലേറ്റഡ് ടാസ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടേംസിൽ ഒന്നാമത്തേതാണ് എന്ത്, ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. That is, resources are elements that are used for performing the activities. ഓക്കെ, ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എലമെൻസുകളെ നമുക്ക് എന്ത് പറയാം, ഇവിടെ റിസോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഹെൽപ്പിംഗ് ഇൻ ആക്ടിവിറ്റീസ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണോ ഒരു ആക്ടിവിറ്റിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, റിസോഴ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഓർഡർ റിസീവർ, ടെലിഫോണ്, കമ്പ്യൂട്ടർ എക്സെട്ര റിസോഴ്സ് ഇൻ കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ് ആക്ടിവിറ്റി. ഇറ്റ് മേ ഇൻക്ലൂഡ് മെറ്റീരിയൽ, ലേബർ, എക്വിപ്മെൻറ്റ്, ഓഫീസ് സപ്ലൈസ്. ഓക്കെ, ഇതൊക്കെ എന്താണ്, റിസോഴ്സസ് ആണ്. അപ്പോൾ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകമാകുന്ന എലമെൻറ്റുകളെ അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ നമുക്ക് എന്ത് പറയാം, റിസോഴ്സസ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് മറ്റൊരു ടേമാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, കോസ്റ്റ് ഈസ് എമൗണ്ട് പെയ്ഡ് ഫോർ റിസോഴ്സസ് കൺസ്യൂംഡ് ബൈ ദി ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന റിസോഴ്സസിന് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്.
ഫോർ എക്സാമ്പിൾ സാലറീസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ടെലിഫോൺ ബില്ല്, ഇതൊക്കെ എന്താണ് കോസ്റ്റ് ഓഫ് കസ്റ്റമർ ഓർഡർ പ്രോസസ്സിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആക്ടിവിറ്റി കോസ്റ്റ് പൂൾ എന്നും അറിയപ്പെടും. അപ്പോൾ എമൗണ്ട് പെയ്ഡ് ഫോർ റിസോഴ്സസ് കൺസ്യൂംഡ് ബൈ ദി ആക്ടിവിറ്റിയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന മറ്റൊന്നാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് കോസ്റ്റ് ഒബ്ജക്റ്റ് റെഫേഴ്സ് ടു ആൻ ഐറ്റം ഫോർ വിച്ച് കോസ്റ്റ് മെഷർമെൻറ്റ് ഈസ് റിക്വയർഡ്. ഓക്കെ, നമുക്ക് കോസ്റ്റ് മെഷർമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റത്തെ സൂചിപ്പിക്കുന്നതാണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എ സർവീസ്, അല്ലെങ്കിൽ എ കസ്റ്റമർ, ഇതൊക്കെ എന്താണ് ഒരു കോസ്റ്റ് ഒബ്ജക്റ്റാണ്. അപ്പോൾ എന്തിനു മുകളിലാണോ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു ഐറ്റത്തിനെ നമുക്ക് എന്ത് പറയാം, ഇവിടെ കോസ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് പൂൾ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് കോസ്റ്റ് പൂൾ ഈസ് എ ടേം യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഗ്രൂപ്പിംഗ് ഓഫ് കോസ്റ്റ് ഇൻകേർഡ് ഓൺ എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി വിച്ച് ഡ്രൈവ്സ് ദം. ഒരു ഗ്രൂപ്പ് ഓഫ് കോസ്റ്റിനെ എന്ത് ചെയ്യാണ് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് പൂള് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് കോസ്റ്റ് ഡ്രൈവറാണ്. അതായത് എനി എലമെൻറ്റ് ദാറ്റ് വുഡ് കോസ് എ ചേഞ്ച് ഇൻ ദി കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് കോസ്റ്റ് ഡ്രൈവർ. ഒരു എലമെൻറ്റിൽ കോസ്റ്റിന് ചേഞ്ചസ് ഉണ്ടാകുന്ന ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് പറയും, കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയും. ആക്ച്വലി കോസ്റ്റ് ഡ്രൈവേഴ്സ് ആർ ബേസിസ് ഓഫ് ചാർജിങ് കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റി ടു ദി കോസ്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു കോസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ എന്താണ് ആക്ടിവിറ്റിയിൽ വരുന്ന കോസ്റ്റിനെ ചാർജ് ചെയ്യുന്ന ബേസിസ് ആണ് കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോസ്റ്റ് ഡ്രൈവേഴ്സ് ആർ യൂസ്ഡ് ടു ട്രൈസ് കോസ്റ്റ് ടു പ്രൊഡക്റ്റ് ബൈ യൂസിങ് എ മെഷർ ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ് ബൈ ഈച്ച് ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ ഫ്രീക്വൻസി ഓഫ് ഓർഡർ, നമ്പർ ഓഫ് ഓർഡേഴ്സ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷേഴ്സിനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിസിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറീസ് ഇൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ വരുന്ന ചില കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസ്, ബാച്ച് ലെവൽ ആക്ടിവിറ്റീസ്, പ്രൊഡക്റ്റ് ലെവൽ ആക്ടിവിറ്റീസ്, അതേപോലെ ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസ്, ഇങ്ങനെ ഇത്രയും ആക്ടിവിറ്റി കാറ്റഗറിയാണ് വരുന്നത്. ഓക്കെ, ഇതിൽ യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the cost of some activities, mainly primarily activities, are strongly correlated to the number of unit produced. ഓക്കെ, ചില ആക്ടിവിറ്റികൾ എന്താണ് നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസുമായിട്ട് എന്താണ് കോറിലേറ്റഡ് ആയിരിക്കും. അങ്ങനെ വരുന്ന ആക്ടിവിറ്റിയെ നമുക്ക് എന്ത് പറയാം, യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ചില ആക്ടിവിറ്റികൾ അത് പ്രൈമർലി എന്താണ് സ്ട്രോങ്ലി കോറിലേറ്റഡ് വിത്ത് നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ്. അങ്ങനെ വരുന്ന ആക്ടിവിറ്റികളെ നമുക്ക് യൂണിറ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ബാച്ച് ലെവൽ ആക്ടിവിറ്റീസ് ആണ്. ചില ആക്ടിവിറ്റീസ് എന്തായിരിക്കും, മെയിൻലി മാനുഫാക്ചറിങ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റീരിയൽ ഓർഡറിങ് വിച്ച് ആർ ഡ്രിവൺ ബൈ ദി നമ്പർ ഓഫ് ബാച്ചസ് ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, നമ്പർ ഓഫ് ബാച്ചസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചില കോസ്റ്റുകൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്നതിനെ ബാച്ച് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയും. ഇനി പ്രൊഡക്റ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ആർ ദോസ് ആക്ടിവിറ്റീസ് ലൈക്ക് ഡിസൈനിങ് ദി പ്രൊഡക്റ്റ് വിച്ച് ആർ ഡ്രൈവൺ ബൈ ക്രിയേഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ലൈൻ ആൻഡ് ഇറ്റ്സ് മെയിൻ്റനൻസ്. ഓക്കെ, ചിലത് പുതിയ പ്രൊഡക്റ്റ് ലൈൻ ഉണ്ടാക്കുന്നതും അതിൻ്റെ മെയിൻ്റനൻസുമായിട്ട് എന്തായിരിക്കും കോറിലേറ്റഡ് ആയിരിക്കും. അങ്ങനെ വരുന്ന ആക്ടിവിറ്റികളെ നമുക്ക് എന്ത് പറയാം, പ്രൊഡക്റ്റ് ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഇനി മറ്റൊന്ന് വരുന്നത് എന്താണ്, ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസ് ആണ്. ചില ആക്ടിവിറ്റീസ് ദി കോസ്റ്റ് ഓഫ് സം ആക്ടിവിറ്റീസ് ലൈക്ക് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് കനോട്ട് ബി റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈൻ. ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ലൈനുമായിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈനുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ വരുന്നതാണ് ദീസ് ആക്ടിവിറ്റീസ് ആർ കോൾഡ് ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് ലൈനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിലേറ്റ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റാത്ത കോസ്റ്റുകളെ നമുക്ക് എന്ത് പറയാം, ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെത്, ബിൽഡിംഗ് കോസ്റ്റിനെ നമുക്ക് ഒരു പ്രത്യേക കോസ്റ്റ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈനിൻ്റെ കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുകയില്ല. അപ്പോൾ അവിടെ എന്താണ്, ഫെസിലിറ്റി ലെവൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി കാറ്റഗറീസ് ഇൻ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ആക്ടിവിറ്റീസും അതിൻ്റെ കോസ്റ്റ് ഡ്രൈവേഴ്സും ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തേത് മെഷീൻ സെറ്റപ്പ് ആണെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്ഷൻ റണ്ണ്, എത്ര പ്രൊഡക്ഷൻ റൺ ചെയ്തു എന്നുള്ളത് ബേസ് ചെയ്തുകൊണ്ട്. ഇനി മെയിൻ്റനൻസ് ഓഫ് മെഷീൻ ആണെങ്കിൽ നമ്പർ ഓഫ് മെഷീൻ ബ്രേക്ക് ഡൗൺ.
ഇനി പർച്ചേസിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് പർച്ചേസ് ഓർഡർ, മെറ്റീരിയൽ റിസീവിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് റിസീവിംഗ് ഓർഡേഴ്സ്, ഇനി ഇൻസ്പെക്ഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് ഇൻസ്പെക്ഷൻ, ഇനി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് മെറ്റീരിയൽ മൂവ്മെൻറ്റ്, ഇനി വെയർഹൗസിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് ഐറ്റം ഇൻ സ്റ്റോക്ക്, ഇനി ക്വാളിറ്റി ടെസ്റ്റിംഗ് ആണെങ്കിൽ അവേഴ്സ് ഓഫ് ടെസ്റ്റ് ടൈം, ഇനി പാക്കിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് പാക്കിംഗ് ഓർഡേഴ്സ്, സ്റ്റോർ ഡെലിവറി ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റോർ ഡെലിവറീസ്. ഓക്കെ, ഇത്തരത്തിൽ ആക്ടിവിറ്റിയും അതിൻ്റെ കോസ്റ്റ് ഡ്രൈവേഴ്സുമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേജസ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റേജസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഐഡൻറ്റിഫൈ ചൂസൺ കോസ്റ്റ് ഒബ്ജക്റ്റ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഒരു കോസ്റ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദി കോസ്റ്റ് ഒബ്ജക്റ്റ് ഓഫ് എനി ഓർഗനൈസേഷൻ ആർ ദി products or services and the goal is to first calculate the total cost of manufacturing and distributing these product and their unit cost. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്, കോസ്റ്റ് ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണ്, ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് വിത്തിൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഒബ്ജക്റ്റ്, ദി മെയിൻ ആക്ടിവിറ്റീസ് വിച്ച് ആർ ബീങ് പെർഫോംഡ് ഇൻ ദി ഓർഗനൈസേഷൻ ഹാവ് ടു ബി ഐഡൻറ്റിഫൈഡ്. യൂഷ്വലി ദി നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഓവർ കോസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ ABC will be much more as compared to traditional overhead system. The exact number will be depend on how management subdivide the organizational activities. അപ്പോൾ ആക്ടിവിറ്റി മാനേജ്മെൻറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഒരു ഓർഗനൈസേഷനിലുള്ളിൽ ഉള്ളത് എന്നതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ എന്ത് വരുന്നത്, സ്റ്റേജ് വരുന്നത്. ഇനി തേർഡ് വൺ എന്താണ്, ഐഡൻറ്റിഫൈങ് ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ, ഒരു പ്രൊഡക്റ്റിൻ്റെ ഡയറക്റ്റ് കോസ്റ്റിന്, ദി ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ ഒബ്ജക്റ്റ് മേ കംപ്രൈസ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആവാം, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആവാം, ഡയറക്റ്റ് എക്സ്പെൻസ് ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡയറക്റ്റ് കോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ആസ് മെനി ഓഫ് ദി ടോട്ടൽ കോസ്റ്റസ് ഡയറക്റ്റ് കോസ്റ്റസ് ഇൻ എക്കണോമിക്കലി ഫീസിബിൾ ഷുഡ് ബി മെയ്ഡ് ടു റിഡ്യൂസസ് ദി എമൗണ്ട് ഓഫ് കോസ്റ്റ് ക്ലാസിഫൈഡ് ആസ് ഇൻഡയറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, റിഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റുകൾ ഏതൊക്കെ ഉണ്ട് എന്നതിനെക്കുറിച്ച് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നാലാമത്തത് റിലേറ്റിംഗ് ദി ഓവർഹെഡ് ടു ദി ആക്ടിവിറ്റീസ്. ഓരോ ഓവർഹെഡിനെയും ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുക. ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്, ദി വേരിയസ് ഐറ്റംസ് ഓഫ് ഓവർഹെഡ് ആർ റിലേറ്റഡ് ടു ആക്ടിവിറ്റീസ് ബോത്ത് സപ്പോർട്ട് ആൻഡ് പ്രൈമറി ദാറ്റ് കോസ്ഡ് ദം. ഓക്കെ, ആസ് എ റിസൾട്ട് ഓഫ് റിലേറ്റിംഗ് ദി ഐറ്റം ഓഫ് ഓവർഹെഡ് ടു വേരിയസ് ആക്ടിവിറ്റീസ്, കോസ്റ്റ് പൂൾ ഓർ കോസ്റ്റ് ബക്കറ്റ് ആർ ക്രിയേറ്റഡ്. അപ്പോൾ അത്തരത്തിൽ ഓവർഹെഡ് നമ്മൾ ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റ് പൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ രീതിയിൽ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോസ്റ്റുകളും ആക്ടിവിറ്റി കോസ്റ്റുകളെയാണ് നമ്മൾ കോസ്റ്റ് പൂൾ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പൂൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അഞ്ചാമത്തെ വരുന്നത് സ്പ്രെഡിങ് ദി സപ്പോർട്ട് ആക്ടിവിറ്റീസ് അക്രോസ് ദി പ്രൈമറി ആക്ടിവിറ്റീസ്. നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസിൻ്റെ കൂടെ ചില സപ്പോർട്ട് ആക്ടിവിറ്റീസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ചെയ്യുന്നതിനാവശ്യമായിട്ട് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആറാമത്തത് ഡിറ്റർമൈനിങ് ദി ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവേഴ്സ്. ഓക്കെ, ഓരോ ആക്ടിവിറ്റീസിൻ്റെയും കോസ്റ്റ് ഡ്രൈവേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ടിവിറ്റിയും അതിൻ്റെ കോസ്റ്റ് ഡ്രൈവേഴ്സും. അപ്പോൾ ഓരോന്നിൻ്റെയും ആക്ടിവിറ്റിയുടെ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഏതാണെന്നുള്ളത് നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ കാൽക്കുലേറ്റിംഗ് ദി ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ റേറ്റ്. ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് ആക്ടിവിറ്റി ഡിവൈഡഡ് ബൈ ആക്ടിവിറ്റി ഡ്രൈവർ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഈ ഒരു കോസ്റ്റ് ആക്ടിവിറ്റി റേറ്റ് ആർ ടു ബി യൂസ്ഡ് ഫോർ അസേർട്ടൈനിങ് ദി എമൗണ്ട് ഓഫ് ഓവർഹെഡ് ചാർജബിൾ ടു വേരിയസ് കോസ്റ്റ് ഒബ്ജക്റ്റ് ഓർ പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് ഒബ്ജക്റ്റിൻ്റെയും എന്താണ് ഓവർഹെഡിനെ നമുക്ക് അസേർട്ടൈൻമെൻറ്റ് നടത്തുവാൻ ഇത് സഹായകമാകും. അപ്പോൾ റേറ്റ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവർ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു സ്റ്റേജ് വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് കമ്പ്യൂട്ടിംഗ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ കോസ്റ്റ് ഒബ്ജക്റ്റ്.
മൊത്തം കോസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഷാൾ ബി കമ്പ്യൂട്ടഡ് ബൈ ആഡിങ് ഓൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് അസൈൻഡ് ടു ദം. എല്ലാ ഇൻഡയറക്റ്റും ഡയറക്റ്റ് കോസ്റ്റും ആഡ് ചെയ്തുകൊണ്ട് ദി എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് ചാർജബിൾ ടു എ പ്രൊഡക്റ്റ് ഓർ കോസ്റ്റ് ഒബ്ജക്റ്റ് ഷാൾ ബി കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദി ആക്ടിവിറ്റി കോസ്റ്റ് ഡ്രൈവേഴ്സ് റേറ്റ് ബൈ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയുടെയും എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡ്രൈവർ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കാൽക്കുലേഷൻസ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ കോസ്റ്റ് ഒബ്ജക്റ്റിൻ്റെയും എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ടോട്ടൽ കോസ്റ്റിനെ കമ്പ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് മറ്റൊരു സ്റ്റേജ് വരുന്നത്. ഓക്കെ, ഇത്രയും സ്റ്റേജസ് ആണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ വരുന്നത്. Then next we are discussing about significance of activity based costing. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമതാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ABC മെഷേഴ്സ് ഹൗ മച്ച് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കോസ്റ്റ്ലി ആൻഡ് ദെൻ ടേക്ക് സ്റ്റെപ്സ് ടു റിഡ്യൂസ് ദെയർ കോസ്റ്റ് ബൈ ചേഞ്ചിങ് ദി പ്രൊഡക്ഷൻ പ്രോസസ് ഓർ ഔട്ട്സോഴ്സിങ് ദോസ് ആക്ടിവിറ്റീസ്. ഓക്കെ, മെയിനായിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ ഏതാണോ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് ആ ഒരു ആക്ടിവിറ്റിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ എന്നുള്ളത് എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. രണ്ടാമത്തത് പ്രൊഡക്റ്റ് പ്രൈസിങ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് വെദർ ടു കണ്ടിന്യൂ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ് ഓർ കീപ്പിംഗ് എ പെർട്ടിക്കുലർ കസ്റ്റമർ. ഓക്കെ, സാധാരണ ഒരു ഓർഗനൈസേഷനിൽ നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യണോ, അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കസ്റ്റമറെ നിലനിർത്തണോ എന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പ്രൊഡക്റ്റ് പ്രൈസിങ്ങിനും അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യണമോ, അതിൻ്റെ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യണമോ, ഒരു കസ്റ്റമറെ നിലനിർത്തണമോ, അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുവാനേ നമുക്ക് ABC സിസ്റ്റത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബജറ്റിംഗ് ആൻഡ് പെർഫോമൻസ് മെഷർമെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് മാനേജ്മെൻറ്റിനെ കൂടുതൽ ആക്യുറേറ്റ് ആയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ബജറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഡിവിഷൻ്റെയും പെർഫോമൻസിനെ മെഷർ ചെയ്യുവാനും ഈ ഒരു ABC കോസ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്, മാനേജ്മെൻറ്റിന് സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. Then next we are discussing about what are the advantages of activity based costing. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമത്തത് ഇറ്റ് പ്രൊവൈഡ്സ് മോർ ആക്യുറേറ്റ് പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ബൈ റിഡ്യൂസിങ് ആർബിട്രറി കോസ്റ്റ് അലോക്കേഷൻസ്. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് ഇൻഫർമേഷനാണ് ഈ ഒരു ABC പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഇറ്റ് ഇംപ്രൂവ്സ് ദി ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ ഡിസിഷൻ മേക്കിങ്ങിന് വരുന്ന ഇൻഫർമേഷൻ്റെ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. മൂന്നാമത്തത് ഇറ്റ് ഈസ് ഈസിയസ്റ്റ് വേ ടു അലോക്കേറ്റ് ഓവർ ഹെഡ് ഇൻ ദി പ്രൊഡക്റ്റിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള വേ ആണ് അല്ലെങ്കിൽ മെത്തേഡാണ് ABC എന്ന് പറയുന്നത്. നാലാമത്തത് ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദി ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി എലിമിനേറ്റഡ്. നമുക്ക് എലിമിനേറ്റ് ചെയ്യുവാൻ പറ്റുന്ന ചില ആക്ടിവിറ്റികളെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തിയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യുവാൻ സഹായകമാകുന്നു ABC പ്രകാരം. നെക്സ്റ്റ് വൺ ഇറ്റ് ലിങ്ക്സ് അപ്പ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു കോസ്റ്റ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അതിൻ്റെ കാര്യകാരണ ബന്ധം എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആറാമത്തത് ABC ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ദി വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്. ഏതൊക്കെയാണ് വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് വരുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിക്കുന്നു. അതായത് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ ഇൻക്രീസ് ദി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇനി നോൺ വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലം ഇൻ ദി മൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ വാല്യൂ ആഡഡ് ഏതൊക്കെയാണെന്നുള്ളത്, ആക്ടിവിറ്റി ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ ABC ട്രാൻസ്ലേറ്റ് കോസ്റ്റ് ഇൻ ടു എ ലാംഗ്വേജ് ദാറ്റ് പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദാറ്റ് ക്യാൻ ബി ലിങ്ക്ഡ് അപ്പ് ടു ബിസിനസ് ആക്ടിവിറ്റീസ്. ഇവിടെ എന്താണ് ABC ചെയ്യുന്നത്, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു സിസ്റ്റമാണ് ABCയിൽ നടത്തുന്നത്. The next we are discussing about limitations of activity based costing. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമത്തത് മോർ ടൈം കൺസ്യൂമിങ് ടു കളക്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ ഒരുപാട് സമയം ആവശ്യമായിട്ട് വരുമെന്നുള്ളതാണ് ഒന്നാമത്തെ വരുന്നത്. രണ്ടാമത്തത് കോസ്റ്റ് ഓഫ് ബൈയിങ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആക്ടിവിറ്റി ബേസ്ഡ് സിസ്റ്റം.
ഓക്കെ, ഈ ഒരു സിസ്റ്റം നമ്മൾ വാങ്ങിക്കാനും അതേപോലെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യുവാനും കോസ്റ്റ് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഇൻ സം കേസസ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഡ്രൈവർ ആൻഡ് കോസ്റ്റ് ഈസ് നോട്ട് സിമ്പിൾ അഫെയർ. അത് പെട്ടെന്ന് അത്ര ഈസി ആയിട്ട് നടത്തുവാൻ പറ്റുന്നതല്ല കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നാലാമത്തത്, ABC ഡസ് നോട്ട് കൺഫേം ടു ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇൻ സം ഏരിയാസ്. നമ്മുടെ ഗ്യാപ്പ്, അതായത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. അപ്പോൾ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ABC. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ കോസ്റ്റിംഗ് ആൻഡ് ABC സിസ്റ്റം. ABC സിസ്റ്റവും അതേപോലെ തന്നെ ട്രഡീഷണൽ കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമത്തത്, ഫസ്റ്റ് വൺ, ഇറ്റ് ബിഗിൻസ് വിത്ത് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് കോസ്റ്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ട്രഡീഷണൽ കോസ്റ്റിങ്ങിൽ എന്താണ്, അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എന്നാൽ ആക്ടിവിറ്റിയിലോ ഇറ്റ് ബിഗിൻസ് വിത്ത് അസൈനിങ് ഓഫ് ഓവർ ഹെഡ് കോസ്റ്റ് ടു ഈച്ച് മേജർ ആക്ടിവിറ്റി ആൻഡ് നോട്ട് ടു ഡിപ്പാർട്ട്മെൻറ്റ്. ട്രഡീഷണലി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇവിടെ എന്താണ്, മേജർ ആക്ടിവിറ്റിയിലാണ് കോസ്റ്റിന് എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. രണ്ടാമത്തത്, ദി കോസ്റ്റ് ആർ ഡയറക്ട്ലി അലോക്കേറ്റഡ് ടു ഡിപ്പാർട്ട്മെൻറ്റ്. ട്രഡീഷണലി ഡയറക്ട്ലി കോസ്റ്റിന് എന്ത് ചെയ്യുന്നു, ഡിപ്പാർട്ട്മെൻറ്റിനാണ് അസൈൻ ചെയ്യുന്നത്. എന്നാൽ ആക്ടിവിറ്റിയിലോ ദി കോസ്റ്റ് ആർ ഫസ്റ്റ് ട്രേസ്ഡ് ടു ആക്ടിവിറ്റീസ് ആൻഡ് ദെൻ ടു പ്രൊഡക്റ്റ് ഓർ ജോബ്. പിന്നീടാണ് പ്രൊഡക്റ്റിന് ജോബിന് എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. ആദ്യം അസൈൻ ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് ട്രേസ് ചെയ്യുന്നത് ആക്ടിവിറ്റിയിലാണ്. നെക്സ്റ്റ് വൺ, ട്രഡീഷണൽ ബജറ്റിങ്ങിൽ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് കോസ്റ്റ്. കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്യുറേറ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നില്ല, ട്രഡീഷണൽ ബജറ്റിങ്ങിൽ നൽകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ആക്ടിവിറ്റി ബേസ്ഡിലോ ഇറ്റ് പ്രൊവൈഡ്സ് മോർ ആക്യുറേറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് കോസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിങ്ങിലൂടെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിലൂടെ നൽകുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് കോസ്റ്റ് പൂൾസ് ആർ ക്രിയേറ്റഡ്. ഇവിടെ ട്രഡീഷണലി വരുന്നതെന്നാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് കോസ്റ്റ് പൂളിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിലോ അവിടെ കോസ്റ്റ് പൂള് ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് പൂൾസ് ആർ ക്രിയേറ്റഡ്. ഇനി ട്രഡീഷണലി നോ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഡ്രൈവർ. അവിടെ കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ട്രഡീഷണലിൽ വരുന്നില്ല. എന്നാലോ ആക്ടിവിറ്റി ബേസ്ഡിൽ കൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഡ്രൈവർ പ്ലേസ് വൈറ്റൽ റോൾ. ഓക്കെ, കോസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രധാനപ്പെട്ട റോള് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ വഹിക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, നോ ലിങ്കേജ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ് ആൻഡ് കോസ്റ്റ്. ട്രഡീഷണലി ആക്ടിവിറ്റിയും കോസ്റ്റും തമ്മിൽ ലിങ്കേജ് ഇല്ല. എന്നാൽ ആക്ടിവിറ്റി ബേസ്ഡിൽ ലിങ്കേജ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ് ആൻഡ് കോസ്റ്റും ആക്ടിവിറ്റിയും തമ്മിൽ ലിങ്കേജ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ട്രഡീഷണലി സിമ്പിൾ സിസ്റ്റമാണ്, എന്നാൽ ആക്ടിവിറ്റി എന്നുള്ളത് കോംപ്ലക്സ് സിസ്റ്റമാണ്. ഇനി ട്രഡീഷണൽ ബജറ്റിംഗ് സിസ്റ്റം ബെനിഫിഷ്യൽ ഫോർ സ്മോൾ ഓർഗനൈസേഷൻ, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ബെനിഫിഷ്യൽ ഫോർ ബിഗ് ഓർഗനൈസേഷൻ. എന്താണ്, വലിയ ഓർഗനൈസേഷനാണ് ഈ ഒരു ABC സിസ്റ്റം ബെനിഫിഷ്യൽ ആകുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ traditional costing and activity based costing. The next we are discussing about the implementation of ABC. Before implementing ABC, it is essential to ensure its successful implementation. For successful implementation of ABC, some steps should be taken. അതിൽ വരുന്ന ചില സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തത്, ഡിഫൈനിങ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ക്ലിയർലി. എന്താണോ ബിസിനസ് ഒബ്ജക്റ്റീവ് അത് ക്ലിയർ ആയിട്ട്, അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സ്പെസിഫിക് ഒബ്ജക്റ്റീവ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഒബ്ജക്റ്റീവ് മേ ബി റീഡിസൈനിങ് ഓർ ഇംപ്രൂവിങ് പ്രോസസ്, റേഷണലൈസിങ് ദി പ്രൊഡക്റ്റ് മിക്സ്, ഹെൽപ്പിംഗ് പ്രൊഡക്റ്റ് ഡിസിഷൻ, ഇംപ്രൂവിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഇങ്ങനെയുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഇതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, ഒബ്റ്റെയിനിങ് സീനിയർ മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് ഈസ് എസെൻഷ്യൽ ഫോർ ദി സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ABC. ഒരു ABCയുടെ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷന് ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ സപ്പോർട്ട് നിർബന്ധമായിട്ടും അത്യാവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ സീനിയേഴ്സ് മാനേജേഴ്സ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കണം. അങ്ങനെ കമ്മിറ്റി ഫോം ചെയ്തുകൊണ്ട് എല്ലാ മാസവും എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഗ്രസ് റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ദി കമ്മിറ്റി ഷുഡ് മേക്ക് സജഷൻസ് ഓൺ ഹൗ ടു ഇംപ്രൂവ് ദി ABC മോഡൽ.
എങ്ങനെ ABC മോഡൽ ഇംപ്രൂവ് ചെയ്യാമെന്നതിനെക്കുറിച്ച് അവരെന്ത് ചെയ്യണം, സജസ്റ്റ് ചെയ്യുകയും വേണം. ദി കമ്മിറ്റി ഷുഡ് കംപ്രൈസസ് ഓഫ് ദി മാനേജ്മെൻറ്റ്, അക്കൗണ്ടൻറ്റ്, റെപ്രസെൻറ്റേറ്റീവ് അതർ ഫിനാൻസ് ഗ്രൂപ്പ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, എൻജിനീയറിംഗ് ആൻഡ് സിസ്റ്റം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓവർകമ്മിങ് ദി റെസിസ്റ്റൻസ് ടു ചേഞ്ച്. ഗുഡ് സപ്പോർട്ട് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ എന്താണ് നമുക്ക് ആവശ്യമാണ് ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ, ABC ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ. ദർ ആർ നമ്പർ ഓഫ് ബാരിയേഴ്സ് വിച്ച് സ്റ്റാൻഡ് ഇൻ ദി വേ ഓഫ് ABC ഇംപ്ലിമെൻറ്റേഷൻ. ചില സമയത്ത് ഈ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവിടെ അതിനിടയിൽ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടാകും, തടസ്സങ്ങളുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഓവർകം ചെയ്തിരിക്കണം. ദെൻ ഡിസൈനിങ് എ സിമ്പിൾ മോഡൽ. നാലാമത്തെ വരുന്നത് ഒരു സിമ്പിൾ മോഡൽ നമ്മൾ ഡിസൈൻ ചെയ്യുക. അതായത് ABC മോഡൽ ഷുഡ് ബി ഡിസൈൻഡ് ഇൻ എ സിമ്പിൾ മാനർ. സിമ്പിളായിട്ടുള്ള മോഡലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ദി സിസ്റ്റം ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എൻഷുർ ദാറ്റ് ദി കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഈസ് മിനിമം. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് മിനിമം ആയിരിക്കണം. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്ന മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ABC ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദി വാബിലിറ്റി ഓഫ് ABC സിസ്റ്റം വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഷുഡ് ബി ഡിറ്റർമൈൻഡ്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ABCയുടെ വാബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ഇൻ സം നോൺ ട്രഡീഷണൽ ടെക്നിക്. ഓക്കെ, ചില പുതുതായിട്ട് വന്ന ടെക്നിക്സുകളെ കുറിച്ച് എന്ത് ചെയ്തിരിക്കണം, മാനേജേഴ്സിനും എംപ്ലോയീസിനും എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ പ്രൊജക്റ്റ് സ്കോപ്പ് ഷുഡ് ബി ഡിഫൈൻഡ്. ഇതിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കണം. മറ്റൊന്ന് വരുന്നത് ദെൻ ആക്ടിവിറ്റീസ് ആൻഡ് ഡ്രൈവേഴ്സ് മേ ബി ഐഡൻറ്റിഫൈഡ്. ഓരോ ആക്ടിവിറ്റിയെയും അതേപോലെ ഡ്രൈവേഴ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. എ കോസ്റ്റ് ആൻഡ് ഓപ്പറേഷണൽ ഡയഗ്രാം ഷുഡ് ബി കൺസ്ട്രക്റ്റഡ്. ഇതിൻ്റെ കോസ്റ്റും അതേപോലെ ഓപ്പറേഷനുമായിട്ടുള്ള ഒരു ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മളൊരു ABC ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ബെനിഫിറ്റ്സ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഒരു ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തതാണ് കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഡൗൺ സൈസിങ്. അതായത് ABC ഹെൽപ്സ് ടു റെഡ്യൂസ് കോസ്റ്റ് ബൈ പ്രൊവൈഡിങ് മീനിങ്ഫുൾ ഇൻഫർമേഷൻ ഓൺ ദി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഫോർ റെഡ്യൂസിങ് കോസ്റ്റ്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എന്താണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ABC പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ABC ഹെൽപ്സ് ഇൻ റേറ്റ് ഡിസിഷൻ ആസ് ഇറ്റ് ക്ലിയർലി ഡിഫൈൻ ദി വേരിയസ് ആക്ടിവിറ്റീസ്. വേരിയസ് ആക്ടിവിറ്റീസിന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിലൂടെ കൃത്യമായ ഡെസിഷൻ എടുക്കുവാൻ സാധിക്കും. ദസ് വൺ ക്യാൻ ഫോക്കസ് ഓൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസ്. വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നോൺ വാല്യൂ ആഡിങ് ആക്ടിവിറ്റീസിനെ എലിമിനേറ്റ് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തത് എന്താണ്, കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഡൗൺ സൈസിങ് ആണ്. രണ്ടാമത്തെ വരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൊഡക്റ്റ് സർവീസ് കോസ്റ്റ് ആണ്. ഓക്കെ, പ്രൊഡക്റ്റ് സർവീസ് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് ലൈക്ക് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ് കോസ്റ്റ് ക്യാൻ നോ ലോങ്ങർ ബി നെഗ്ലക്റ്റഡ് ആസ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദി ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിന് മെയിനായിട്ട് വരുന്നൊരു എന്താണ്, അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോസ്റ്റുകളാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് അതേപോലെയുള്ള മാർക്കറ്റിംഗ് കോസ്റ്റുകളൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള കോസ്റ്റുകളൊക്കെ അതിനെന്ത് ചെയ്യാൻ പറ്റും, പ്രാധാന്യം കൊടുക്കാൻ പറ്റും. ദറ്റ് ഈസ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓൺലി കോൺസ്റ്റിറ്റ്യൂട്ട് എ വെരി സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് ദി ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു ചെറിയ സ്മോൾ പോർഷൻ മാത്രമാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്നത്. ദീസ് നോൺ മാനുഫാക്ചറിങ് കോസ്റ്റ് ക്യാൻ ബി അലോക്കേറ്റഡ് ഈസിലി using ABC because the relationship between cost and its causes is better understood. നമുക്ക് ABCയിലൂടെ ഇത്തരത്തിൽ വരുന്ന നോൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള കോസ്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ ഈസി ആയിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ പെർഫോമൻസ് ആണ്. ABC ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുമ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് പ്രിപ്പയറിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റി വൈസ് ആൻഡ് കമ്പയർ വിത്ത് ദി കറസ്പോണ്ടിങ് വാല്യൂ അഡിഷൻ ടു നോ ദി ആക്ടിവിറ്റീസ് വിച്ച് ആർ ടു ബി എലിമിനേറ്റഡ് ഓർ നീഡ് ഇംപ്രൂവ്മെൻറ്റ് ഫോർ ദി ബെറ്റർ പെർഫോമൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റികളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുവാനും നിലവിലുള്ള ആക്ടിവിറ്റികളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുവാനും ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിലൂടെ നമുക്ക് സാധിക്കും. ഇംപ്രൂവ്മെൻറ്റ് ഇൻ പെർഫോമൻസ് ആണ് മറ്റൊരു ബെനിഫിറ്റ്. ദ നെക്സ്റ്റ് വൺ പ്രൊഡക്റ്റ് ഓർ സർവീസ് പ്രൈസിങ് ആണ്.
ABC enables the management to fix the product or service price by formulating an effective pricing policy. ഒരു കൃത്യമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള പ്രൈസിങ് പോളിസി ഫോമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് പ്രൈസ് നൽകുവാൻ സാധിക്കും. അതായത് ഫിക്സേഷൻ ഓഫ് പ്രൈസിങ്ങും അതേപോലെ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൊഡക്റ്റ് ഓർ സർവീസ് കോസ്റ്റ്. ഓക്കെ, ഇത് എന്ത് ചെയ്യും? ഇതിലൂടെ ABCയിലൂടെ സാധ്യമാകും. നെക്സ്റ്റ്, മേക്ക് ഓർ ബൈ ഡിസിഷനാണ്. ഒരു പ്രൊഡക്റ്റ് ഓർഗനൈസേഷൻ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണമോ അല്ലെങ്കിൽ പുറത്തു നിന്ന് വാങ്ങിക്കലാണോ നല്ലത് എന്നതിനെക്കുറിച്ചൊരു ഡിസിഷൻ. ABC എനേബിൾസ് മാനേജർ ടു ഡിസൈഡ് വെദർ ഹീ ഷുഡ് ഗെറ്റ് ദി ആക്ടിവിറ്റി ഡൺ വിത്തിൻ ദി ഫേം ഓർ സബ് കോൺട്രാക്ട് ദി സെയിം ടു ആൻ ഔട്ട്സൈഡ് ഏജൻസി. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ചിലപ്പം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് കോൺട്രാക്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഡിസിഷൻ എടുക്കുവാൻ ABCയിലൂടെ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ട്രാൻസ്ഫർ പ്രൈസിംഗ് ആണ്. അതായത് ABC ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് കണ്ടെത്താൻ നമുക്ക് ABCയിലൂടെ സാധിക്കും. ദസ് വെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ഓഫ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് ആർ ട്രാൻസ്ഫേർഡ് ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ടു ദി ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ ബി ഈസിലി നോൺ. ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ABC പ്രൊവൈഡഡ് ആക്യുറേറ്റ് കോസ്റ്റ് ഇൻഫർമേഷൻ ടു ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ഓഫ് ദി ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്ഫറി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് മറ്റൊരു ബെനിഫിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സുകളാണ് ഈ ഒരു ABC കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ABC സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് പ്രോബ്ലം നോക്കാം. അതിൽ കേരള ലിമിറ്റഡ് പ്രൊവൈഡ്സ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ഇറ്റ്സ് പ്രൊഡക്റ്റ് P ആൻഡ് Q. നമുക്ക് തന്നിട്ടുള്ളത് ഇയർലി ഔട്ട്പുട്ടാണ്. അതിൽ 3000 യൂണിറ്റ്സും 30,000 യൂണിറ്റ്സുമാണ്. ഓക്കെ, നമ്പർ ഓഫ് മെഷീൻ അവർ പെർ യൂണിറ്റ് 4. നമ്പർ ഓഫ് ലേബർ അവേഴ്സ് പെർ യൂണിറ്റ് 8. ടോട്ടൽ മെഷീൻ അവേഴ്സ് 12,000, 1,20,000. ടോട്ടൽ ലേബർ അവേഴ്സ് 24,000, 2,40,000. നമ്പർ ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് 240, 480. നമ്പർ ഓഫ് സെറ്റപ്പ് 120, 180. ഓക്കെ, the overhead cost activities has been under volume related 4,95,000, purchase related 5,40,000, setup related 9,45,000. Total rupees 19,80,000. Calculate the total cost of the two products separately under traditional costing system and ABC system. Traditional costing system പ്രകാരവും ABC സിസ്റ്റം പ്രകാരവും നമ്മളിവിടെ എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റിനെ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം പ്രകാരം എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ പ്രൊഡക്റ്റ് Pയും Q ആണ്. മെഷീൻ അവേഴ്സ് പെർ യൂണിറ്റ് 4, ലേബർ അവേഴ്സ് പെർ യൂണിറ്റ് 8. ഔട്ട്പുട്ട് 3,000, 30,000, ടോട്ടൽ 33,000. ടോട്ടൽ മെഷീൻ അവേഴ്സ് 12,000, 1,20,000, 1,32,000 വരും. ദെൻ നെക്സ്റ്റ് വരുന്നത് ടോട്ടൽ ലേബർ അവേഴ്സ് 24,000, 2,40,000, ടോട്ടൽ 2,64,000. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം പ്രകാരം നമ്മൾ എങ്ങനെ ടോട്ടൽ കോസ്റ്റ് കണ്ടെത്താം എന്നുള്ളത് നോക്കാം. അവിടെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് മൊത്തം വരുന്നത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്രയാണ്? 19,80,000 ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഓവർഹെഡ് റേറ്റ് പെർ മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ടോട്ടൽ കോസ്റ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ഇവിടെ വരുന്ന ടോട്ടൽ മെഷീൻ ഹവേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മെഷീൻ ഹവേഴ്സ് എത്രയാണ്? 1,32,000 ആണ്. അതായത് 19,80,000 ഡിവൈഡഡ് ബൈ 1,32,000 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? ₹15 എന്ന് കിട്ടും. ഇനി അതേപോലെ ഓവർഹെഡ് റേറ്റ് പെർ ലേബർ അവറും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ കോസ്റ്റ് ഇവിടെ 19,80,000 ആണ്. ലേബർ അവർ വരുന്നത് എത്രയാണ്? ടോട്ടൽ ലേബർ അവർ 2,64,000 ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7.5 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. മെഷീൻ അവർ റേറ്റും അതേപോലെ തന്നെ ലേബർ അവർ റേറ്റും. ഓക്കെ അല്ലേ? 15ഉം 7.5 കിട്ടും. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Pയുടേത് എത്രയാണ്? പെർ യൂണിറ്റ് റേറ്റ് 15 ആണ്. അതിനെ
എത്ര മെഷീൻ അവേഴ്സാണ് വരുന്നത്? മൊത്തം മെഷീൻ അവേഴ്സ് 4 ആണ് പിയുടേത്. ഇപ്പോൾ 15 × 4 കണ്ടു കഴിഞ്ഞാൽ 60 കിട്ടും. ഇനി ക്യൂവിൻ്റെതും ഇതേപോലെ തന്നെ 15 ആണ്, അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 എന്ന് കിട്ടും. ഓക്കെ, അത് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്താനാണ്. അപ്പോൾ 60 എന്ന് കിട്ടി. ഇനി ഓരോ പ്രൊഡക്റ്റിനും കോസ്റ്റ് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. പിയുടേത് 60 × യൂണിറ്റ് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 3000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3000 60 × 3000 യൂണിറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 1,18,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 60 × 30,000 ആണ് എന്ത് വരുന്നത്? ക്യൂവിൻ്റെത് വരുന്നത്. കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 18 lakh എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 19,80,000 എന്ന് കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ട്രഡീഷണൽ കോസ്റ്റിംഗ് സിസ്റ്റം പ്രകാരം നമ്മൾ കോസ്റ്റ് അലോക്കേഷൻസ് നടത്തുന്നത്. ഓക്കെ അല്ലേ? അതായത് 19,80,000 പീക്കും അതേപോലെ ക്യൂ എന്നീ രണ്ടിനും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇനി ABC സിസ്റ്റം പ്രകാരം നമ്മൾ കോസ്റ്റ് അലോക്കേഷൻസ് നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ABC സിസ്റ്റം പ്രകാരം നമ്മൾ ജസ്റ്റ് നോക്കുക. കോസ്റ്റ് ട്രേസ്ഡ് ടു ആക്ടിവിറ്റീസ്, വോളിയം റിലേറ്റഡ് എന്നും പർച്ചേസ് റിലേറ്റഡ് എന്നും സെറ്റപ്പ് റിലേറ്റഡ് എന്നും 3 ആക്ടിവിറ്റി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ എന്താണ് കോസ്റ്റ് തന്നത്? 4,95,000, 5,40,000, 9,45,000. ആ ഒരു കോസ്റ്റുകൾ 3 ആക്ടിവിറ്റിയുടെയും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. ഇനി കൺസംഷൻ ഓഫ് ആക്ടിവിറ്റീസ് കൺസംഷൻ വരുന്നത് എന്താണ്? 1,32,000 മെഷീൻ അവേഴ്സ് ആണ്. അതേപോലെ തന്നെ പർച്ചേസ് റിലേറ്റഡിൽ 720 പർച്ചേസ് ഓർഡേഴ്സ് ആണ് വരുന്നത്. സെറ്റപ്പ് റിലേറ്റഡിൽ 300 സെറ്റപ്പ് ആണ് വരുന്നത്. ഓക്കെ, ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് കൺസംഷൻ. ഓക്കെ, പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് കൺസംഷൻ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 4,95,000 ഡിവൈഡഡ് ബൈ 1,32,000 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 3.75 എന്ന് കിട്ടും. ഇനി പർച്ചേസ് റിലേറ്റഡിൽ 5,40,000 ഡിവൈഡ് ബൈ 720 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 750 എന്ന് കിട്ടും. ഇനി 9,45,000 ഡിവൈഡഡ് ബൈ 300 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 3,150 എന്ന് കിട്ടും. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് കൺസംഷൻ കിട്ടും. ഇനി ഓരോ ആക്ടിവിറ്റിയുടെയും കോസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത് കോസ്റ്റ് ട്രേസ്ഡ് ടു പ്രൊഡക്റ്റ് പിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എന്താണ് ആക്ടിവിറ്റി റിലേറ്റഡ് കാണാൻ പിയുടെ ടോട്ടൽ മെഷീൻ അവേഴ്സ് വരുന്നത് എത്രയാണ്? 12,000 ആണ് പിയുടെ ടോട്ടൽ മെഷീൻ അവേഴ്സ് വരുന്നത്. ആ ടോട്ടൽ മെഷീൻ അവേഴ്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് കൺസംഷൻ 3.75 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 45,000 എന്ന് കിട്ടും. ഇതേ രീതിയിൽ നമ്മൾ പർച്ചേസ് റിലേറ്റഡിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ പർച്ചേസ് ഓർഡർ വരുന്നത് എത്രയാണ്? നമ്പർ ഓഫ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് നമ്പർ ഓഫ് പർച്ചേസ് ഓർഡർ 240 ആണ്. ആ 240 ഇൻറ്റു എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? 750. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് കൺസംഷൻ 750 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1,80,000 കിട്ടും. ഇനി സെറ്റപ്പ് റിലേറ്റഡിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ സെറ്റപ്പ് റിലേറ്റഡ് കോസ്റ്റ് നമ്പർ ഓഫ് സെറ്റപ്പ് തന്നത് എത്രയാണ്? 120 ആണ്. അപ്പോൾ 120 ഇൻറ്റു എന്ത് വരുന്നു? ഇവിടെ 3,150 എന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 3,78,000 എന്ന് കിട്ടും. ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്യൂവിൻ്റെതും ഇതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് 1,20,000 ആയിരുന്നു ടോട്ടൽ മെഷീൻ അവേഴ്സ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 4,50,000 എന്ന് കിട്ടും. ഇതേ രീതിയിൽ പർച്ചേസ് ഓർഡർ കൊണ്ട് നമ്മൾ രണ്ടാമത്തതിൽ 750 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി സെറ്റപ്പ് റിലേറ്റഡ് നമ്പർ ഓഫ് സെറ്റപ്പ് കൊണ്ട് 180 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് പെർ യൂണിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5,67,000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇതിനെ ടോട്ടൽ ചെയ്യാനായിട്ട് ടോട്ടൽ അലോക്കേറ്റഡ് ടു പ്രൊഡക്റ്റ് പി 45,000, 1,80,000, 3,78,000. അത് മൂന്നിനെയും നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 6,03,000 എന്ന് കിട്ടും. ഇനി ടോട്ടൽ ടു പി വരുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 4,50,000, 3,60,000, 5,67,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 13,77,000 കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ABC സിസ്റ്റം പ്രകാരം നമ്മൾ കോസ്റ്റ് അലോക്കേഷൻസ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ രീതിയിൽ ആദ്യം ടേബിൾ വരച്ചുകൊണ്ട് ആക്ടിവിറ്റി റിലേറ്റഡ് ഓരോ കാര്യങ്ങളും കണ്ടെത്തിയതിന് ശേഷമാണ് ടോട്ടൽ കാൽക്കുലേഷൻസ് നടത്തേണ്ടത്. അപ്പോൾ ഇത്തരത്തിലാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് സിസ്റ്റം പ്രകാരം കോസ്റ്റ് അലോക്കേഷൻസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന ഡിസിഷൻ ടൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാം. സാധാരണ നോർമലി ബജറ്റ്സ് ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ പാസ്റ്റ് ആക്ടിവിറ്റീസ്. നമ്മുടെ പാസ്റ്റിലുള്ള ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജനറലി ബജറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഹിയർ ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ദാറ്റ് റെക്കോർഡ്സ് റിസർച്ച് ആൻഡ് അനലൈസസ് ആക്ടിവിറ്റീസ് ദാറ്റ് ലീഡ് ടു കോസ്റ്റ് ഫോർ എ കമ്പനി. ഒരു കമ്പനിയിൽ കോസ്റ്റ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുകയും അതിനെ റിസർച്ച് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് എവരി ആക്ടിവിറ്റി ഇൻ എൻ ഓർഗനൈസേഷൻ ദാറ്റ് ഇൻകർ എ കോസ്റ്റ് ഈസ് സ്ക്രൂട്ടനൈസ്ഡ് ഫോർ പൊട്ടൻഷ്യൽ വേസ് ടു ക്രിയേറ്റ് എഫിഷ്യൻസീസ്. ദറ്റ് ഈസ് ബജറ്റ്സ് ആർ ദെൻ ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദീസ് റിസൾട്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബജറ്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് ബജറ്റ്സ് ആർ പ്രിപ്പയർഡ് യൂസിങ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആഫ്റ്റർ കൺസിഡറിങ് ദി ഓവർ ഹെഡ് കോസ്റ്റ്. That is, in simple words, activity based budgeting is management accounting tool which does not consider the past year's budgeting. ഓക്കെ, പാസ്റ്റ് ഇയേഴ്സിലുള്ള ബജറ്റിനെ കൺസിഡർ ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ടു അറൈവ് എ കറണ്ട് ഇയേഴ്സ് ബജറ്റ്, നിലവിലുള്ള ബജറ്റിലേക്ക് നമ്മൾ എത്തുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇവിടെ നമ്മൾ എന്താണ്, ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻകർ ദി കോസ്റ്റ് ആർ ഡീപ്ലി അനലൈസ്ഡ് ആൻഡ് റിസർച്ച്ഡ്. അതാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിങ്ങിൽ ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദി ഔട്ട്കം ഓഫ് ദി സ്റ്റഡി ദി റിസോഴ്സസ് ആർ അലോക്കേറ്റഡ് ടു ആൻ ആക്ടിവിറ്റി. ഓക്കെ, നമ്മുടെ സ്റ്റഡിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ റിസോഴ്സസിനെ ഒരു ആക്ടിവിറ്റിക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിങ്ങിൽ സിമ്പിളായിട്ട് എന്താണ്, ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റിനെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഹിയർ വി ഡസ് നോട്ട് കൺസിഡർ പാസ്റ്റ് ഇയേഴ്സ് ബജറ്റ്. പാസ്റ്റ് ഇയേഴ്സിലുള്ള ബജറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു CIMA ഒഫീഷ്യൽ ടെർമിനോളജി, ആക്ടിവിറ്റി ബജറ്റിംഗ് ഡിഫൈൻഡ് ആസ് എ മെത്തേഡ് ഓഫ് ബജറ്റിംഗ് ബേസ്ഡ് ഓൺ ആൻ ആക്ടിവിറ്റി ഫ്രെയിംവർക്ക് യൂസിങ് കോസ്റ്റ് ഡ്രൈവർ ഡാറ്റ ഇൻ ദി ബജറ്റ് സെറ്റിംഗ് ആൻഡ് വാരിയൻസ് ഫീഡ്ബാക്ക് പ്രോസസ്. CIMA ഒഫീഷ്യൽ ടെർമിനോളജി ഡിഫൈൻ ചെയ്തതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇവാലുവേഷൻ. That is, activity based budgeting methods evaluate each and every cost driver. ഓരോ കോസ്റ്റ് ഡ്രൈവറിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേഷൻ നടത്തുന്നു. ഇറ്റ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ഓൾ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയിലുള്ള എല്ലാ സ്റ്റെപ്സുകളെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഹെൽപ്സ് ടു റിമൂവ് ദി ഇർറെലവൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൺലി നെസസറി ആക്ടിവിറ്റീസ് ഫ്രം എ പാർട്ട് ഓഫ് ബിസിനസ് ടേക്കൺ അപ്പ്. ഓക്കെ, അതിൽ നമുക്ക് ഏറ്റവും നെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ മാത്രം ടേക്കൺ അപ്പ് ചെയ്തുകൊണ്ട് അൺനെസസറി അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് കോമ്പറ്റേറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് സിസ്റ്റം എലിമിനേറ്റ് ഓൾ സോർട്സ് ഓഫ് അൺനെസസറി ആക്ടിവിറ്റീസ്. വി ഓൾറെഡി സേ ദാറ്റ്. ഓക്കെ, അത്തരത്തിൽ എല്ലാ അൺനെസറി ആക്ടിവിറ്റിയെയും നമ്മൾ റിമൂവ് ചെയ്യുന്നതിലൂടെ വിച്ച് ഹെൽപ്സ് ദി ബിസിനസ് ടു സേവ് ഇറ്റ്സ് കോസ്റ്റ്. ബിസിനസ്സിനെ അതിൻ്റെ കോസ്റ്റ് സേവ് ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, ദി സേവ്ഡ് കോസ്റ്റ് റിസൾട്ട് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് സർവീസ് അറ്റ് ലോവർ കോസ്റ്റ് ദാറ്റ് ഓഫ് കോമ്പറ്റേറ്റീവ്സ്. കോമ്പറ്റേറ്റീവ്സിനേക്കാളും നമുക്ക് കുറച്ച് എന്ത് ചെയ്യാൻ പറ്റും, ലോവർ കോസ്റ്റിന് പ്രൊഡക്ഷൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ. അപ്പോൾ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദി ഓർഗനൈസേഷൻ ടു ഗെയിൻ എ കോമ്പറ്റേറ്റീവ് എഡ്ജ് ഇൻ ദി മാർക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ബിസിനസ് ആസ് എ യൂണിറ്റ്. ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിങ്ങിൻ്റെ കേസിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ വ്യൂയിങ് ദി ബിസിനസ് ആസ് എ സിംഗിൾ യൂണിറ്റ് ആൻഡ് നോട്ട് ഇൻ ദി ഫോം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്സുകളായിട്ട് കാണുന്നതിന് പകരമായിട്ട് ബിസിനസ്സിനെ മൊത്തമായിട്ട് ഒരു യൂണിറ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുവാൻ സാധിക്കുന്നു. ദറ്റ് ഈസ് ദി മാനേജ്മെൻറ്റ് ഓർ ദി ടോപ്പ് മാനേജ്മെൻറ്റ് പ്രിപ്പയർ ദി ബജറ്റ് ഫോർ ദി ബിസിനസ് യൂണിറ്റ് ആസ് എ ഹോൾ. മൊത്തത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ആൻഡ് നോട്ട് കീപ്പിംഗ് ഇൻ മൈൻഡ് എനി സിംഗിൾ
ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ഡൺ ഇൻ ദി കേസ് ഓഫ് അതർ മെത്തേഡ് ഓഫ് ബജറ്റിംഗ്. മറ്റുള്ള ബജറ്റിംഗ് മെത്തേഡ് പ്രകാരം ചെയ്യുന്നത് പോലെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് ബേസ് ചെയ്തുകൊണ്ടല്ല, മൊത്തത്തിൽ ബിസിനസ്സിനെ മൊത്തത്തിൽ ഹോളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ ആണ് എലിമിനേഷൻ ഓഫ് ബോട്ടിൽ നെക്സ് എന്നുള്ളത്. ബജറ്റ്സ് അണ്ടർ ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് ആർ പ്രിപ്പയർഡ് ആഫ്റ്റർ ഡീപ്പ് റിസർച്ച് ആൻഡ് അനാലിസിസ്. നല്ല റിസർച്ചിലൂടെയും അനാലിസിസിലൂടെയുമാണ്, ഡീപ്പ് റിസർച്ചിലൂടെയും അനാലിസിസിലൂടെയാണ് ബജറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദി സ്റ്റഡീസ് റിമൂവ്സ് ഓൾ ദി അൺനെസസറി ആക്ടിവിറ്റീസ് ഓഫ് ദി ബിസിനസ്. എല്ലാ അൺനെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയും റിമൂവ് ചെയ്യുന്നു. ബൈ ഡൂയിങ് സോ ദി ബിസിനസ് ക്യാൻ എലിമിനേറ്റ് ഓൾ സോർട്സ് ഓഫ് ബോട്ടിൽ നെക്ക്. ബിസിനസ്സിന് എല്ലാ ബോട്ടിൽ നെക്സുകളെയും റിമൂവ് ചെയ്യാൻ പറ്റും ഓരോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുവാനേ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് എലിമിനേഷൻ ഓഫ് ബോട്ടിൽ നെക്ക്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, ഇംപ്രൂവ്സ് റിലേഷൻഷിപ്പ്. Activity based budgeting system helps in improving the relationship between the organization and its customers. ഒരു ഓർഗനൈസേഷനും അതിൻ്റെ കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഇംപ്രൂവ് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദി മെയിൻ എയിം ഓഫ് ബജറ്റിംഗ് മെത്തേഡ് ഈസ് ടു എലിമിനേറ്റ് അൺനെസസറി ആക്ടിവിറ്റീസ് ആൻഡ് സെർവ് ദി കസ്റ്റമേഴ്സ് വിത്ത് ദി ബെസ്റ്റ് ക്വാളിറ്റി അറ്റ് ബെസ്റ്റ് പ്രൈസ്. ക്വാളിറ്റി പ്രൊഡക്റ്റ് ബെസ്റ്റ് പ്രൈസിന് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. ദിസ് എംഫോഴ്സസ് ദി എംപ്ലോയീസ് ഓഫ് ദി കമ്പനി ടു സെർവ് ദി കസ്റ്റമേഴ്സ് ഇൻ ദി ബെസ്റ്റ് വേ പോസിബിൾ ആൻഡ് എൻഷുർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. Okay, in turn, the relationship between the organization and customers improve. ഓർഗനൈസേഷനും കസ്റ്റമേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് റിക്വയേഴ്സ് അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് റിക്വയേഴ്സ് a deep understanding of various functional areas of business. ഒരു ബിസിനസ്സിൻ്റെ വേരിയസ് ഫങ്ഷണൽ ഏരിയാസിനെ കുറിച്ചുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. If the manager preparing the budget is incapable of understanding and evaluating the areas of business, it would lead to inaccurate budget preparation. അപ്പോൾ ഒരു മാനേജർ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ഏരിയകളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അതെന്താണ്, ഈ ഒരു ബജറ്റ് ആക്യുറേറ്റ് അല്ലാത്ത രീതിയിലേക്ക് മാറും എന്നുള്ളതാണ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ, കോംപ്ലക്സ് ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് സിസ്റ്റം ഈസ് കോംപ്ലക്സ് ഇൻ നേച്ചർ. ഇറ്റ് റിക്വയർസ് ദ റിസർച്ച് ആൻഡ് അനാലിസിസ് ഓഫ് വേരിയസ് ഫാക്ടേഴ്സ്. ഒരുപാട് ഫാക്ടേഴ്സിനെ കുറിച്ച് റിസർച്ചും അനാലിസിസും ആവശ്യമാണ്. അപ്പോൾ ഒരു ബജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ്റെ വേരിയസ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സിനെ കുറിച്ച്, നമുക്ക് ആവശ്യമായ റിസോഴ്സിനെ കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും, നമ്മൾ എംപ്ലോയീസിനെ കുറിച്ചും പല കാര്യങ്ങളും ഫാക്ടേഴ്സിനെ കുറിച്ചും നമ്മൾ അനാലിസിസ് ചെയ്യണം. അപ്പോൾ ഒരു കോംപ്ലക്സ് ആണ് ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റിസോഴ്സസ് കൺസംഷൻ ആണ്. Activity based budgeting, the process of budgeting in this method consume a lot of resources of an organization. ഒരുപാട് റിസോഴ്സിനെ കൺസ്യൂം ചെയ്യുന്നു. ഇറ്റ് നീഡ്സ് ടു എംപ്ലോയ് ടോപ്പ് ഒഫീഷ്യൽ ഫോർ കണ്ടക്ടിങ് ന്യൂമറസ് അനാലിസിസ്. ഒരുപാട് അനാലിസിസ് കണ്ടക്ട് ചെയ്യണം. ഇറ്റ് ഈസ് എ വെരി ടൈം കൺസ്യൂമിങ് ടാസ്ക് ടു. ഇഫ് ദീസ് റിസോഴ്സ് ആർ എംപ്ലോയിഡ് ഇൻ അതർ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ദേ ക്യാൻ ഗിവ് ബെറ്റർ റിട്ടേൺസ്. ഓക്കെ, ഇത്തരത്തിലുള്ള റിസോഴ്സ് ചിലപ്പം മറ്റുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ല റിസൾട്ടുകൾ നമുക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ റിസോഴ്സസ് കൺസംഷൻ എന്നുള്ളതാണ് മറ്റൊരു എന്ത് വരുന്നത്, ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഇൻവോൾവ്ഡ് ആണ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് റിക്വയർസ് ട്രെയിൻഡ് എംപ്ലോയീസ്. നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആവശ്യമാണ്. An employee who is not trained enough cannot handle the budgeting exercise effectively. എംപ്ലോയീസ് ട്രെയിൻഡ് അല്ലെങ്കിൽ ബജറ്റിംഗ് നമുക്ക് കൃത്യമായിട്ട് നടത്തുവാൻ സാധിക്കില്ല. സോ ബിസിനസ് നീഡ്സ് ടു ഇൻകർ എക്സ്ട്രാ കോസ്റ്റ് ടു ട്രെയിൻ ഇറ്റ്സ് എംപ്ലോയീസ്. ബിസിനസ്സിന് ട്രെയിനിങ് നൽകാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കോസ്റ്റ് ആവശ്യമായിട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആണ്. അതേപോലെ തന്നെ പ്രോസസ് റിക്വയർസ് ദി ഇൻവോൾവ്മെൻറ്റ് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്, സോ പ്രൂവ്സ് ടു ബി കോസ്റ്റ്ലി ടു. ഇതൊരു കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഷോർട്ട് ടേം ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് ഫോക്കസ് ഓൺ ഷോർട്ട് ടേം ഗോൾസ് ഓഫ് ദി ബിസിനസ്.
It does not take into account the long-term scenario of the business. ബിസിനസ്സിൻ്റെ ലോങ് ടേം സിനാരിയോ കൺസിഡർ ചെയ്യാതെ ഷോർട്ട് ടേം ആണ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ്. ഫോക്കസിങ് മോർ ഓൺ ഷോർട്ട് ടേം ഗോൾസ് റേദർ ദാൻ ലോങ് ടേം ഗോൾസ് ക്യാൻ പ്രൂവ് ടു ബി വെരി ഫാറ്റൽ ഫോർ ദി ഓർഗനൈസേഷൻ. ഓക്കെ, ഇതാണ് മറ്റൊന്ന് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബജറ്റിംഗ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിംഗ് ആണ്. അതിൽ ട്രഡീഷണൽ ബജറ്റിങ്ങിൻ്റെ കേസിൽ ഫോക്കസ് ഓൺ ദി കോസ്റ്റ് എലമെൻറ്റ്സ് ദംസെൽഫ്, കോസ്റ്റ് എലമെൻറ്റ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് ട്രഡീഷണൽ ബജറ്റിംഗ്. എന്നാൽ ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിങ്ങിലോ ഫോക്കസ് ഓൺ ദി ഔട്ട്പുട്ട് ആൻഡ് വർക്ക് ഡൺ ആണ്. ഔട്ട്പുട്ടിലും വർക്ക് ഡണ്ണിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തത് കൺസിഡേഴ്സ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ്. ട്രഡീഷണലി വേരിയബിൾ കോസ്റ്റിനെയും ഫിക്സ്ഡ് കോസ്റ്റിനെയും കൺസിഡർ ചെയ്യുന്നു. എന്നാൽ ആക്ടിവിറ്റി ബേസ്ഡിലോ കൺസിഡേഴ്സ് യൂട്ടിലൈസ്ഡ് ആൻഡ് അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി. കപ്പാസിറ്റിയാണ് നോക്കുന്നത്. യൂട്ടിലൈസ്ഡ് കപ്പാസിറ്റിയും അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റിയും ഇങ്ങനെയാണ് നോക്കുന്നത്. നെക്സ്റ്റ് കൺട്രോൾസ് പെർഫോമൻസ്. ട്രഡീഷണൽ ബജറ്റിങ്ങിൽ പെർഫോമൻസ് കൺട്രോൾ ചെയ്യുന്നു. എന്നാൽ ആക്ടിവിറ്റി ബേസ്ഡ് ബജറ്റിങ്ങിലോ കൺട്രോൾസ് ആക്ടിവിറ്റീസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ബജറ്റ് കോസ്റ്റ് ഫോർ ഫങ്ഷണൽ കാറ്റഗറീസ്. ബജറ്റ് കോസ്റ്റ് എന്താണ്, ഫങ്ഷണൽ കാറ്റഗറീസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ആക്ടിവിറ്റിയിലോ ഡിറ്റർമൈൻസ് കോസ്റ്റ് ഓഫ് ഡൂയിങ് ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസിന് ആവശ്യമായ കോസ്റ്റാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കണ്ടെയ്ൻസ് ലാസ്റ്റ് ഇയേഴ്സ് ഇൻഎഫിഷ്യൻസീസ്. ട്രഡീഷണൽ ബജറ്റിങ്ങിൽ നമ്മൾ പാസ്റ്റ് ഇയേഴ്സിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയേഴ്സിലുള്ള ഇൻഎഫിഷ്യൻസീസ് എന്ത് ചെയ്യുന്നു, കണ്ടെയ്ൻ ചെയ്യുന്നു. എന്നാൽ ആക്ടിവിറ്റിയിലോ ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബജറ്റിംഗ് ആൻഡ് ആക്ടിവിറ്റി ബജറ്റിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദറ്റ് ഈസ് ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ടു മാക്സിമൈസ് ദി വാല്യൂ ഓഫ് ദി ആക്ടിവിറ്റീസ് വൈൽ മിനിമൈസിങ് ദെയർ കോസ്റ്റ് ഫ്രം പെർസ്പെക്റ്റീവ് ഓഫ് ദി ഫൈനൽ കൺസ്യൂമേഴ്സ്. ഓക്കെ, ഇവിടെ ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്തിനാണ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ടു മാക്സിമൈസ് ദി വാല്യൂ ഓഫ് ആക്ടിവിറ്റീസ്. Okay, that is in other words, it is concerned with how to efficiently and effectively manage activities and process to provide value to the final consumers. എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യാം, അതേപോലെ തന്നെ ഫൈനൽ കൺസ്യൂമേഴ്സിന് മാക്സിമം വാല്യൂ പ്രൊവൈഡ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ് ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. ദറ്റ് ഈസ് ഡിഫൈനിങ് പ്രോസസ് ആൻഡ് ഐഡൻറ്റിഫൈങ് കീ ആക്ടിവിറ്റീസ് help management better understand of the business and to evaluate whether activities performed bring added value to customers. Okay, ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കാം. ABM aims to increase the value received by customers and to enhance profit by providing this value. Okay, ABM aims to increase the value received by customers. കസ്റ്റമേഴ്സിന് റിസീവ് ചെയ്യുന്ന വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും ആൻഡ് ടു എൻഹാൻസ് പ്രോഫിറ്റ് ബൈ പ്രൊവൈഡിങ് ദിസ് വാല്യൂ. ഈ വാല്യൂ കൊടുക്കുന്നതിലൂടെ പ്രോഫിറ്റ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ABC ആൻഡ് ABM ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങും ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ഫോക്കസ് ഓൺ അലോക്കേറ്റിംഗ് കോസ്റ്റ് ടു പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് അലോക്കേഷനാണ് ABCയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി ABM എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഫോക്കസസ് ഓൺ മാനേജിങ് ആക്ടിവിറ്റീസ് ടു റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് മേക്ക് ബെറ്റർ ഡിസിഷൻ. ഓക്കെ, ആക്ടിവിറ്റി മാനേജ് ചെയ്യുകയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയും അതിലൂടെ ബെറ്റർ ഡിസിഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് യൂസസ് ആക്ടിവിറ്റി അനാലിസിസ് ടു ഇംപ്രൂവ് ആക്യുറസി ഓഫ് കോസ്റ്റ് അനാലിസിസ് ബൈ ഇംപ്രൂവിങ് ദി ട്രേസിംഗ് ഓഫ് കോസ്റ്റ് ടു കോസ്റ്റ് ഒബ്ജക്റ്റ്. എന്നാലോ ABMO ഇറ്റ് യൂസസ് ആക്ടിവിറ്റി അനാലിസിസ് ടു ഇംപ്രൂവ് ഓപ്പറേഷണൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് കൺട്രോൾ. നേരത്തെ ABCയിൽ എന്താണ് ആക്ടിവിറ്റി അനാലിസിസ് യൂസ് ചെയ്യുന്നത് ഇംപ്രൂവ് ആക്യുറസി ഓഫ് കോസ്റ്റ് അനാലിസിസ് ആണ്. ഓക്കെ, എന്നാൽ ABMൽ യൂസസ് ആക്ടിവിറ്റി അനാലിസിസ് ടു ഇംപ്രൂവ് ഓപ്പറേഷണൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് കൺട്രോൾ.
അടുത്തത് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ABM. ABC ABMന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ABMൽ ഇറ്റ് അനലൈസസ് ദി ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ബൈ ABC ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ABCയുടെ ഇൻഫർമേഷൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അനാലിസിസ് നടത്തുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് അസേർട്ടൈൻ ആക്യുറേറ്റ് കോസ്റ്റ് ഒബ്ജക്റ്റ്. ABCയിൽ കോസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ആക്യുറേറ്റ് കോസ്റ്റിനെ അസേർട്ടൈൻ ചെയ്യുന്നു. ABMൽ ഇറ്റ് യൂസസ് ദി കോസ്റ്റ് ഇൻഫർമേഷൻ ഫോർ റെഡ്യൂസിങ് കോസ്റ്റ് കണ്ടിന്യൂസ്ലി. സ്ഥിരമായിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു കോസ്റ്റ് ഇൻഫർമേഷൻ. നെക്സ്റ്റ്, ഇറ്റ് ഇൻഫോംസ് വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് വൺ ആക്ടിവിറ്റി, സർവീസ് ഓർ എ കസ്റ്റമർ. എന്നാൽ ABM ടു ഫോക്കസ് ഓൺ അറ്റൻഷൻ ഓൺ വെദർ ദി ആക്ടിവിറ്റീസ് ആർ റൈറ്റ് ഓർ ആഡിങ് വാല്യൂ. ഓക്കെ, ABMൽ ആക്ടിവിറ്റി ശരിയാണോ അതേപോലെ വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. എന്നാൽ ABCയിലോ ഒരു ആക്ടിവിറ്റിയുടെ കോസ്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ അല്ലെങ്കിൽ കസ്റ്റമറുടെ കോസ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് ഇൻഫോം ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഐഡൻറ്റിഫൈ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്, നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസും നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. എന്നാൽ ABMലോ ഐഡൻറ്റിഫൈസ് വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്. ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ABC ആൻഡ് ABM. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫീച്ചേഴ്സ് ഓഫ് ABM ആണ്. ABMൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്. അതിലൊന്നാമത്തേത്, ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് കോസ്റ്റ് മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻസ് ഓഫ് ABC. ഓക്കെ, ABCയുടെ എന്താണ്, കോസ്റ്റ് മാനേജ്മെൻറ്റ് അപ്ലിക്കേഷൻ്റെ ഒരു കളക്ഷൻ ആണ് ABM എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഇറ്റ് പ്രൊവൈഡ്സ് ട്രാൻസ്പെറൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി കോസ്റ്റ് ഓഫ് അണ്ടർടേക്കിംഗ് ഓൾ ഓഫ് ദി ആക്ടിവിറ്റീസ് ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനുള്ളിലെ മൊത്തത്തിലുള്ള എല്ലാ കോസ്റ്റിനെ കുറിച്ചും എന്ത് ചെയ്യുന്നു, ട്രാൻസ്പെറൻറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. തേർഡ് വൺ, ഇറ്റ് അനലൈസസ് ദി കോസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് ഇൻകറൻസ് ഓഫ് സച്ച് കോസ്റ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് ആ കോസ്റ്റ് ഉണ്ടാകാനുള്ള കാരണം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, കോസ്റ്റ് അനാലിസിസ് നടത്തുന്നു. ഇനി ഫോർത്ത് വൺ, ഇറ്റ് അനലൈസസ് ഓർഗനൈസേഷൻ ഇൻ ടു എ സെറ്റ് ഓഫ് ലിങ്ക്ഡ് ആക്ടിവിറ്റീസ് ദാറ്റ് കൺസ്യൂം റിസോഴ്സ് ടു മീറ്റ് കസ്റ്റമർ നീഡ്സ്. കസ്റ്റമർ നീഡ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസിനൊക്കെ സെറ്റ് ഓഫ് ലിങ്ക്ഡ് ആക്ടിവിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ഫിഫ്ത്ത് വൺ, ഇറ്റ് ഐഡൻറ്റിഫൈസ് നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ് ആൻഡ് വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസ്. ഒരു ഓർഗനൈസേഷനുള്ളിലെ വാല്യൂ ആഡഡും നോൺ വാല്യൂ ആഡഡ് ആക്ടിവിറ്റീസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആറാമത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് വെദർ ആക്ടിവിറ്റീസ് ബീങ് പെർഫോംഡ് ബ്രിങ് ആഡഡ് വാല്യൂ ടു ദി ഫൈനൽ കൺസ്യൂമേഴ്സ്. ഓക്കെ, ഒരു ആക്ടിവിറ്റി അത് ഫൈനൽ കൺസ്യൂമേഴ്സിന് വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇനി ഇറ്റ് ഇൻവോൾവ്സ് 3 ടൈപ്പ് ഓഫ് അനാലിസിസ്, നെയിമിലി ആക്ടിവിറ്റി അനാലിസിസ്, കോസ്റ്റ് ഡ്രൈവർ അനാലിസിസ് ആൻഡ് പെർഫോമൻസ് അനാലിസിസ്. ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ABM. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ABM ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമത്തത്, ടു റെഡ്യൂസ് ദി കോസ്റ്റ് കണ്ടിന്യൂസ്ലി, കോസ്റ്റ് സ്ഥിരമായിട്ട് കുറക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ടു ഇംപ്രൂവ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ വരുന്നത്. മൂന്നാമത്തത്, ടു എൻഹാൻസ് വാല്യൂ ടു ഫൈനൽ കൺസ്യൂമേഴ്സ് ആൻഡ് ഇൻക്രീസ് ദി പ്രോഫിറ്റ് ബൈ പ്രൊവൈഡിങ് ദിസ് വാല്യൂ. ഫൈനൽ കൺസ്യൂമേഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി നാലാമത്തത്, ടു ഹെൽപ്പ് മാനേജേഴ്സ് മേക്ക് ബെറ്റർ ഡിസിഷൻ. മാനേജേഴ്സിനെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അഞ്ചാമത്, ടു ഹെൽപ്പ് എ ഫേം കോമ്പീറ്റ് ഇൻ എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ്, ടു ഗെയിൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഫോർ ദി ഫേമിന് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ്, ടു സാറ്റിസ്ഫൈ ദി കസ്റ്റമർ നീഡ്സ് വിത്ത് മിനിമം മിനിമം റിസോഴ്സിലൂടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ABM. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ABM. ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമത്തത്, ഇറ്റ് ഹെൽപ്സ് കമ്പനീസ് ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് ട്രാൻസ്പെറൻറ്റ് ഇൻഫർമേഷൻ എബൌട്ട് ദി കോസ്റ്റ് അണ്ടർടേക്കിംഗ് ഓൾ ഓഫ് ദി ആക്ടിവിറ്റീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ
എന്താണ് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മൊത്തം കാര്യങ്ങളെക്കുറിച്ചും ട്രാൻസ്പെറൻറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് അനലൈസസ് കോസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ആക്ടിവിറ്റീസ് ബേസ് ചെയ്തുകൊണ്ട് കോസ്റ്റിനെ അനലൈസ് ചെയ്യുന്നു. ദാറ്റ് കോസ് ഇൻകറൻസ് ഓഫ് സച്ച് കോസ്റ്റ്. ഓക്കെ, ആ കോസ്റ്റ് ഉണ്ടാകാനുള്ള കാരണം അതിൻ്റെ ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി നാലാമത്തത്, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി കോസ്റ്റ് കണ്ടിന്യൂസ്ലി ബൈ കൺട്രോളിങ് ദി കോസ്റ്റ് ഓഫ് ദി ആക്ടിവിറ്റീസ്. ഓക്കെ, ആക്ടിവിറ്റിയുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് കോസ്റ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുവാനും ആൻഡ് ബൈ ഇംപ്രൂവിങ് ദി പെർഫോമൻസ് ഓഫ് ദി ആക്ടിവിറ്റീസ്. ഓക്കെ, ഒരു ആക്ടിവിറ്റീസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് മോർ വാല്യൂ ടു ദി കസ്റ്റമേഴ്സ് ബൈ പ്രൊവൈഡിങ് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് റെഡ്യൂസ്ഡ് പ്രൈസ്. കുറഞ്ഞ പ്രൈസിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ടൂൾ ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഒരു ഇമ്പോർട്ടൻ്റ് ടൂളാണ് ഈ ഒരു ABM എന്ന് പറയുന്നത്, ആക്ടിവിറ്റി ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ പ്രൈസിങ്ങിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ട്രാൻസ്ഫർ പ്രൈസിങ്? ദറ്റ് ഈസ്, ഇൻ ലാർജ് ഓർഗനൈസേഷൻ ദർ ആർ എ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡിവിഷൻസ് ഉണ്ടാകും. ഇങ്ങനെ വരുമ്പോൾ വൺ ഡിവിഷൻ മേ ട്രാൻസ്ഫർ ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ടു അനദർ ഡിവിഷൻ. ഒരു ഡിവിഷൻ മറ്റൊരു ഡിവിഷൻ എന്ത് ചെയ്യും, പ്രൊഡക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ സർവീസുകൾ ട്രാൻസ്ഫർ ചെയ്യും. ഇൻ സച്ച് എ കേസസ് എ ക്വസ്റ്റ്യൻ അറൈസസ് ആസ് അറ്റ് വാട്ട് പ്രൈസ് ദി പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓഫ് വൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഡിവിഷൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ ഡിവിഷൻ വിത്തിൻ ദി സെയിം കമ്പനി. ഏത് പ്രൈസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യും. അപ്പോൾ അത്തരം കേസിൽ അറൈസ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ദി പ്രൈസ് ദാറ്റ് വൺ സെഗ്മെൻറ്റ് ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജസ് ഫോർ പ്രൊഡക്റ്റ് ഓർ സർവീസ് സപ്ലൈഡ് ടു അനദർ സെഗ്മെൻറ്റ് ഓർ ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി സെയിം ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡക്റ്റോ സർവീസോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന പ്രൈസിനെ സൂചിപ്പിക്കുന്നതാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ആൻ ഇൻറ്റേർണൽ ഡിവിഷണൽ ചാർജ് അറ്റ് വിച്ച് വൺ ഡിവിഷൻ സെൽസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു അനദർ ഇൻ ദി സെയിം കമ്പനി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അതിലൊന്നാമത്തത് പ്രോഫിറ്റബിലിറ്റിയാണ്. Transfer pricing should pay close attention to the profitability of both the divisions of the organization. Since both the divisions belong to the same firm, thus the item, goods and service can be configured at any arbitrary price. Okay, the next one ആണ് taxation എന്നുള്ളത്. The transfer price will also have a bearing on taxation. A proper transfer pricing will help you offset the tax liability of one division with an equivalent one on the other. Okay, അതായത് ഒരു ഡിവിഷനിൽ നിന്ന് മറ്റൊരു ഡിവിഷനിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് ലയബിലിറ്റി ഓഫ്സെറ്റ് ചെയ്യുവാൻ സാധിക്കും. വൺ ഓഫ് ദി മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ട്രാൻസ്ഫർ പ്രൈസിംഗ് ഈസ് ടു മാക്സിമൈസ് ദി ഓവറോൾ ടാക്സ് പ്രോഫിറ്റ് ഓഫ് യുവർ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ദി ട്രാൻസാക്ഷൻ ആർ നോട്ട് ഗവേൺഡ് ബൈ ഓപ്പൺ മാർക്കറ്റ് കൺസിഡറേഷൻ. This help you improve upon the taxations option. The next one, goal concurrence ആണ്. That is, ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ കേസിൽ ദി ഫോക്കസ് ഷുഡ് ബി സച്ച് ദാറ്റ് ദി പ്രോഫിറ്റ് മാർജിൻ ഓഫ് ദി സബ് ഡിവിഷൻസ് ഇൻക്രീസ് വൈൽ ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ദി ടോട്ടൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി പാരൻ്റ് ഓർഗനൈസേഷൻ. പാരൻ്റ് ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള പ്രോഫിറ്റബിലിറ്റിയെ തകർക്കുന്ന രീതിയിൽ ആവാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇൻക്രീസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. നെക്സ്റ്റ് വൺ, performance evaluation of individual units. Transfer pricing can be one of the best options to arrive at a best possible appraisal of the individual division. That is, this can be help guide efficient decision making. Some of the areas that transfer pricing can assist the performance appraisal and performance management includes appraising the managerial performance of the divisions, evaluation of the contributions of the individual entities for the overall profit of the company, and assessment of the worth of the each divisions as an individual unit. ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിൻ്റെയും പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തുവാൻ, അതിൻ്റെ ഓരോ മാനേജീരിയൽ പെർഫോമൻസിനെയും ഇവാലുവേഷൻ നടത്തുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, ടേക്കിംഗ് എ ഗുഡ് ലുക്ക് അറ്റ് ഇൻ്റർനാഷണൽ ട്രേഡ്.
Another prime objectives of transfer pricing aims to achieve to measure the international trade scenario. The pricing should be in tune with the import and export standards and should be accurately measured. The transfer prices should be such that they will not distort the international trade figures. International trade ഫിഗേഴ്സിനെ എന്ത് ചെയ്യാം, ഒരു ഭംഗം വരുത്തുന്ന രീതിയിലാവരുത് നമ്മുടെ ഇവിടെ പ്രൈസിങ് നൽകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഷിഫ്റ്റിംഗ് ഓഫ് പ്രോഫിറ്റ് ആണ്. Profit shifting is aimed at reducing the tax liability in a particular country. Okay, this can be achieved by reducing profit artificially. Artificially നമ്മൾ പ്രോഫിറ്റ് കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ടാക്സ് കുറക്കുവാൻ വേണ്ടി നമുക്ക് സഹായകമാകുന്നു. ഇറ്റ് ഈസ് ഓൾസോ aimed at decentralization of the production so that the profit are concentrated enough in the region where the production of the goods is undertaken. Okay, നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയ സ്ഥലത്ത് തന്നെ അതിൻ്റെ പ്രോഫിറ്റ് കൃത്യമായിട്ട് അവിടെ തന്നെ കോൺസെൻട്രേഷൻ നടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിംഗ് ആണ്. ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് മെത്തേഡാണ്. ദാറ്റ് ഈസ് അണ്ടർ ദിസ് മെത്തേഡ് ദി സെല്ലിംഗ് ഡിവിഷൻസ് ട്രാൻസ്ഫർ ദി ഗുഡ്സ് അറ്റ് എ പ്രൈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് മീൻസ് എന്താണ്? വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് പ്ലസ് അലോക്കേറ്റഡ് ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് മെത്തേഡാണ് ഒന്നാമത്തെ മെത്തേഡ് വരുന്നത്. ഇനി രണ്ടാമത്തത് ടോട്ടൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിൻ മെത്തേഡാണ്. മൊത്തം കോസ്റ്റിൻ്റെ കൂടെ സെർട്ടൈൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആഡ് ചെയ്തുകൊണ്ട് അണ്ടർ ദിസ് മെത്തേഡ് എ ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ഫിക്സ്ഡ് ബൈ ആഡിങ് എ പ്രോഫിറ്റ് മാർജിൻ ടു ദി ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ്. ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യുന്നു. ദി പ്രോഫിറ്റ് മാർജിൻ ഈസ് either as percentage on capital employed or on cost of sales. സെയിൽസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്താവാം, പെർസെൻറ്റേജ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ബേസ് ചെയ്ത് കൊണ്ടുമാകാം. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ രണ്ടാമത്തെ മെത്തേഡ് വരുന്നത്. ഇനി തേർഡ് മെത്തേഡ് മാർജിനൽ കോസ്റ്റ് മെത്തേഡാണ്. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഗുഡ്സ് ഓർ സർവീസ് അറ്റ് ദി മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ് ബൈ ദി സെല്ലിംഗ് ഡിവിഷൻ. മാർജിനൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഇവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവില്ല. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റിനെ മാത്രം, മാർജിനൽ കോസ്റ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതാണ് മാർജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡാണ്. That is, in this method, the transfer price is based on standard cost. The standard costs are determined by the management in advance on a scientific analysis. ഒരു സയൻറ്റിഫിക് അനാലിസിസിലൂടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ഫിക്സ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡാണ്. It is under this method, goods and services are transferred by the selling division at opportunity cost. That is, opportunity cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ maximum price that the buying divisions would be willing to buy, the minimum price that the selling division would be willing to accept. ഓക്കെ, സെല്ലിംഗ് ഡിവിഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മിനിമം പ്രൈസും ഇനി ബൈയിങ് ഡിവിഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന മാക്സിമം എമൗണ്ടും വെച്ചുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് മാർക്കറ്റ് പ്രൈസ് മെത്തേഡാണ്. ദിസ് ഈസ് മെത്തേഡ് ഓഫ് യൂസിങ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ബൈ സെല്ലിംഗ് ഡിവിഷൻസ് ഫോർ ഇൻറ്റേർണൽ ട്രാൻസ്ഫർ ഓഫ് ഇറ്റ്സ് ഗുഡ്സ് ഓർ സർവീസസ്. ദറ്റ് ഈസ് ദി പ്രൈസ് ഈസ് ഡിറ്റർമൈൻഡ് പ്യൂർലി ഓൺ ദി ബേസിസ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സിസ്റ്റമാണ് മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നെഗോഷിയേറ്റഡ് പ്രൈസ് മെത്തേഡാണ്. അതായത് ദി ബൈയിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സെല്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ നെഗോഷിയേറ്റ് ബിറ്റ്വീൻ ദം ആൻഡ് എ മ്യൂച്വലി അഗ്രീഡ് പ്രൈസസ് അറൈവ്ഡ്. രണ്ടാളുകൾ തമ്മിലും ഒരു നെഗോസിയേഷൻ നടത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഒരു ഡിസിഷനിലെത്തുന്നു. ഇറ്റ് ഈസ് അറ്റ് ദിസ് മ്യൂച്വലി അഗ്രീഡ് പ്രൈസ് ദി ഗുഡ്സ് ഓർ സർവീസസ് ആർ ട്രാൻസ്ഫേർഡ്. ഈ ഒരു മ്യൂച്വലി അഗ്രീഡ് പ്രൈസിന് എന്ത് ചെയ്യുന്നു, ഗുഡ്സും സർവീസും ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റമാണ് നെഗോഷിയേറ്റഡ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആംസ് ലെങ്ത് മെത്തേഡാണ്. അതായത്
ആംസ് ലെങ്ത് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓർ പ്രൈസ് ദാറ്റ് വുഡ് ബി ചാർജ്ഡ് ഓർ വുഡ് ഹാവ് ബീൻ ചാർജ്ഡ് ഫോർ ദി സെയിം പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇഫ് ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻസ് വർ carried out with unrelated parties under similar condition. സിമിലർ കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു, ഇത്തരം പ്രൊഡക്റ്റിന് സെയിം പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്ന എന്താണ് എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ടിനെ നമ്മൾ ചാർജ് ചെയ്യുന്നതിനെയാണ് ആംസ് ലെങ്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ദിസ് ഇസ് ദി എമൗണ്ട് ഓഫ് പ്രൈസ്, എമൗണ്ട് ഓർ പ്രൈസ് ദാറ്റ് വുഡ് ബി ചാർജ്ഡ് ഓർ വുഡ് ഹാവ് ബീൻ ചാർജ്ഡ് ഫോർ ദി സെയിം പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇഫ് ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻസ് വർ carried out with unrelated parties under similar condition. നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത പാർട്ടീസ് ആണ് പക്ഷെങ്കിൽ അവർ സിമിലർ കണ്ടീഷനിൽ ചാർജ് ചെയ്യുന്ന പ്രൈസ് എത്രയാണോ ആ പ്രൈസ് നമ്മൾ ഈടാക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഡ്യുവൽ പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അണ്ടർ ദിസ് മെത്തേഡ് ദി സെല്ലിംഗ് ഡിവിഷൻ ഈസ് ക്രെഡിറ്റഡ് അറ്റ് ദി ഔട്ട്സൈഡ് സെല്ലിംഗ് പ്രൈസ് ഓർ വിത്ത് ആൻ എമൗണ്ട് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് എ മാർക്കപ്പ് ടു ദി ഫുൾ കോസ്റ്റ് ആൻഡ് ബൈയിങ് ഡിവിഷൻ ചാർജ്ഡ് വിത്ത് ദി വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ബൈയിങ് ഡിവിഷൻ ചാർജ് ചെയ്യുന്നു, ഫുൾ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ ഒരു മാർജിൻ ആഡ് ചെയ്തുകൊണ്ട് സെയിലും നടത്തുന്നു. അപ്പോൾ അത്തരത്തിൽ വരുന്നതാണ് ഡ്യുവൽ പ്രൈസ്. രണ്ടാളും രണ്ട് രീതിയിലാണ് പ്രൈസിങ് നൽകുന്നത്, രണ്ടും ഡിഫറെൻറ്റ് പ്രൈസ് ഈടാക്കുന്നതിനെയാണ് ഡ്യുവൽ പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിനെ കുറിച്ചാണ്. ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാമത്തത് ഇറ്റ് ഫെസിലിറ്റേറ്റ് എൻ ഈസി ഇവാലുവേഷൻ ഓഫ് ഡിവിഷണൽ പെർഫോമൻസ്. ഓരോ ഡിവിഷണൽ പെർഫോമൻസിൻ്റെയും ഈസി ആയിട്ടുള്ള ഇവാലുവേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് വൺ വരുന്നത്. ഇറ്റ് മാക്സിമൈസസ് ദി എഫേർട്സ് ടുവാർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ എഫേർട്സുകളെ മാക്സിമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. തേർഡ് വൺ ഇറ്റ് പ്രൊമോട്ട്സ് എ ഹെൽത്തി ഇൻ്റർ ഡിവിഷണൽ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ ഡിവിഷനുകൾ തമ്മിലുള്ള ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നാലാമത്തത് ഇറ്റ് പ്രൊവൈഡ്സ് സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ടു ദി ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ് പോളിസി ഡിസിഷൻ പെർട്ടൈനിങ് ടു എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ ആൻഡ് ക്ലോസിംഗ് ഡൗൺ ഓഫ് ദി ഡിവിഷൻ എക്സെട്ര. ഓരോ ഡിവിഷനെക്കുറിച്ചും അതിൻ്റെ എക്സ്പാൻഷനെ കുറിച്ചും അതേപോലെ തന്നെ കോൺട്രാക്ഷനെ കുറിച്ചും കൃത്യമായിട്ടുള്ള സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ടോപ്പ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ ഈസ് പോസിബിൾ. ഓക്കെ, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ പോസിബിൾ ആണ് ഇതുകൊണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ആറാമത് ഇറ്റ് ആക്ട് ആസ് എ മെഷറിംഗ് റോൾ ടു ചെക്ക് സപ്ലയേഴ്സ് പ്രൈസ്. സപ്ലയേഴ്സിൻ്റെ പ്രൈസ് മെഷർ ചെയ്യാനുള്ള ഒരു റോളായിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്. ദ നെക്സ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. മനാമ കമ്പ്യൂട്ടർ ലിമിറ്റഡ് ഹാസ് ടു ഡിവിഷൻസ്, ബീറ്റ ആൻഡ് തീറ്റ. ബീറ്റ പ്രൊഡ്യൂസേഴ്സ് എ കമ്പ്യൂട്ടർ സർക്യൂട്ട് ദാറ്റ് ഈസ് യൂസ്ഡ് in the finished product of beta. The cost of producing the circuit are variable cost of rupees 40 per circuit and fixed cost of rupees 10. The part is sold in the highly competitive computer market for rupees 70 per circuit. Until now, theta divisions bought 60% of the output of beta division at a negotiated price of rupees 65 per circuit. But because of our emphasis on divisional welfare rather than the company welfare, a new transfer pricing method must be developed. Suggestion was to add 35% of the total cost of the circuit when transferring to the theta division. Another suggestion was to use the variable cost of rupees 40 per circuit in arriving at a transfer price. You are required using the above information and suggestion to determine the gross profit per finished unit for theta division according to the negotiated market price cost plus variable cost and dual pricing principle of transfer pricing. Pertinent data of theta division in addition to the transfer price of the circuit, there are additional processing and marketing cost of rupees 100 per unit. The selling price of the finished product of theta division is rupees 200 per unit. ഇത്രയും ഡാറ്റയാണ് തന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ് മെത്തേഡ് പ്രകാരം പ്രൈസിങ് നൽകണം. ജസ്റ്റ് ഇതിൻ്റെ സൊല്യൂഷൻസ് നോക്കുക. തീറ്റ ഡിവിഷന് സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യനിൽ പറയുന്നത് 200 ആണ്. അതിൻ്റെ എന്താണ് അഡീഷണൽ കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്.
ഓക്കെ, അപ്പോൾ അവിടെ പ്രോസസ്സിങ് ആൻഡ് മാർക്കറ്റിംഗ് കോസ്റ്റ് 100 കുറച്ച് കഴിഞ്ഞാൽ 200 100 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, വേരിയസ് പ്രൈസിങ് ഡിസിഷൻ പ്രകാരം നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഒന്നാമത്തെ നമ്മൾ നെഗോഷിയേറ്റഡ് പ്രൈസ് പ്രകാരം എങ്ങനെയാണ്, 100ൽ നിന്നും നെഗോഷിയേറ്റഡ് പ്രൈസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, അതായത് അറ്റ് എ നെഗോഷിയേറ്റഡ് പ്രൈസ് ഓഫ് 65 പെർ സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 100ൽ നിന്ന് 65 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 35 പെർ യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ നെഗോഷിയേറ്റഡ് പ്രൈസ് വരുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ മാർക്കറ്റ് പ്രൈസാണ് എടുക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, അതായത് ഹൈലി കോമ്പറ്റേറ്റീവ് കമ്പ്യൂട്ടർ മാർക്കറ്റ് ഫോർ ₹70 പെർ സർക്യൂട്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 70 ആണ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ 100ൽ നിന്ന് 70 കുറച്ച് കഴിഞ്ഞാൽ 30 പെർ യൂണിറ്റ് കിട്ടും. ഇനി കോസ്റ്റ് പ്ലസ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോസ്റ്റിൻ്റെ കൂടെ certain% മാർജിൻ ആഡ് ചെയ്തിട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ദി സജഷൻ വാസ് ടു ആഡ് 35% ടു ദി ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് കോസ്റ്റ് പ്ലസ് വരുന്നത്. കോസ്റ്റ് ഇവിടെ മൊത്തം എത്രയാണ്, കോസ്റ്റ് മൊത്തം വരുന്നത് 40 ആണ് എന്ത്, വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് 10 ആണ്. അപ്പോൾ 50 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ടോട്ടൽ കോസ്റ്റ് 50ൻ്റെ കൂടെ നമ്മൾ 35 ഇവിടെ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ 50യുടെ കൂടെ 35% മാർജിൻ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടും, 67.5 എന്ന് കിട്ടും. അപ്പോൾ അതാണ് എന്ത്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൽ 100ൽ നിന്ന് നമ്മൾ 67.5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 32.5 പെർ യൂണിറ്റ് കിട്ടും. ഇനി വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 40 ആണ്. അപ്പോൾ 100ൽ നിന്നും 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 60 എന്ന് കിട്ടും. അതാണ് വേരിയബിൾ കോസ്റ്റ് മെത്തേഡ് പ്രകാരം ചാർജ് ചെയ്യുന്നത്. ഇനി ഡ്യുവൽ പ്രൈസിങ് മെത്തേഡ് പ്രകാരം ഇൻ ദിസ് കേസ് ബീറ്റ ഡിവിഷൻ ചാർജ് 67.5 നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 35% ആഡ് ചെയ്തിട്ട്. ഇനി തീറ്റ ഡിവിഷൻ ചാർജ് 40 പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് തീറ്റ ഡിവിഷൻ എത്രയാണ്, 100 മൈനസ് 40 60 പെർ യൂണിറ്റ് ആണ്. അവിടെ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് നമ്മൾ ദി സജഷൻ വാസ് ടു ആഡ് 35% ഓഫ് ടോട്ടൽ കോസ്റ്റ്. അനദർ സജഷൻ വാസ് ടു യൂസ് വേരിയബിൾ കോസ്റ്റ് ഓഫ് ₹40 സർക്യൂട്ട് ഇൻ അറൈവിംഗ് ദി അറ്റ് എ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഡ്യുവൽ പ്രൈസിങ് ആണ്. രണ്ട് സജഷൻ വന്നു. അവിടെ എന്താണ്, ഡ്യുവൽ പ്രൈസിങ് ആണ്. ബീറ്റ ഡിവിഷൻ എന്ത് ചെയ്യുക, 67.5നും ഇനി തീറ്റ ഡിവിഷൻ 60 പെർ യൂണിറ്റിലും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ പ്രൈസിങ് മെത്തേഡ് പ്രകാരം നെഗോഷിയേറ്റഡ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, കോസ്റ്റ് പ്ലസ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, ഡ്യുവൽ പ്രൈസ്, ഇത്തരത്തിലൊക്കെ പ്രൈസിങ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് ഫിക്സസ് ദി ഇന്റർ ഡിവിഷണൽ ട്രാൻസ്ഫേഴ്സ് പ്രൈസ് for its product on the basis of cost plus a return on investment in division. The budget for division A for 2019-20 is as follows. Fixed asset 2,50,000, current asset 1,50,000, debtors 1 lakh. അതേപോലെ ആനുവൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ദി ഡിവിഷൻ 4 lakh. ഇനി വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് 10. ബജറ്റഡ് വോളിയം 2 lakh യൂണിറ്റ്സ് പെർ ഇയർ. ഡിസൈഡ് ROI 28% ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിറ്റർമൈൻ ദി ട്രാൻസ്ഫർ പ്രൈസ് ഫോർ ഡിവിഷൻ എ. ഇഫ് ദി വോളിയം ഇൻ യൂണിറ്റ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ 10%, വാട്ട് വിൽ ബി ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ട്രാൻസ്ഫർ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ പ്രൈസ് കണ്ടെത്താനാണ് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഫിക്സ്ഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ 2,50,000, 1,50,000, 1 lakh ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 5 lakh കിട്ടും. ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 28% ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തന്നത്. അപ്പോൾ അതിൻ്റെ 28% കണ്ടു കഴിഞ്ഞാൽ 5 lakhൻ്റെ 28% കണ്ടു കഴിഞ്ഞാൽ 1,40,000 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ROI കണ്ടെത്തി വെക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ 1,40,000 കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? വേരിയബിൾ കോസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 lakh യൂണിറ്റ്സ് ആണ് നമ്മുടെ യൂണിറ്റ്സ് വരുന്നത്. ഇതിന് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് 10 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 20 lakhs എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിൽ നിന്നും ഫിക്സ്ഡ് കോസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഫിക്സ്ഡ് കോസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്, 4 lakh ആണ്. കൂട്ടിക്കഴിഞ്ഞാൽ 24 lakh എന്ന് കിട്ടും. ഇനി അതിൻ്റെ കൂടെ ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് 1,40,000 നമ്മൾ നേരത്തെ കണ്ടെത്തി. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം എത്ര എമൗണ്ട് ചാർജ് ചെയ്യണം എന്ന് കിട്ടും. ടോട്ടൽ എമൗണ്ട്സ് ടു ബി ചാർജ്ഡ്, അതായത് എത്ര വരും,
25,40,000 എന്ന് കിട്ടും. 25,40,000. അപ്പോൾ അതാണ് ടോട്ടൽ എമൗണ്ട് ചാർജ് ചെയ്യേണ്ടത്. ഇനി ഇൻ്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് കണ്ടെത്താൻ ഈ ഒരു ടോട്ടൽ എമൗണ്ടിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി? ഇവിടെ വരുന്ന പെർ യൂണിറ്റ് 2 lakh ആണ്. 2 lakh കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12.7 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ പ്രൈസിൽ നമ്മൾ ചെയ്തത് വേരിയബിൾ കോസ്റ്റ്, അതേപോലെ ഫിക്സ്ഡ് കോസ്റ്റ്, അതിൻ്റെ കൂടെ ഡിസൈഡ് റിട്ടേണും ആഡ് ചെയ്തു. അപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് സിസ്റ്റമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിറ്റർമൈൻ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഓൺ ദി ബേസ് ഓഫ് കോസ്റ്റ് പ്ലസ് റിട്ടേൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കോസ്റ്റ് മൊത്തം കണ്ടെത്തി ആദ്യം നമ്മൾ വേരിയബിളും ഫിക്സ്ഡും അതിൻ്റെ കൂടെ ഡിസൈഡ് റിട്ടേൺ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് മൊത്തം എമൗണ്ട് ചാർജ് ചെയ്യേണ്ടത് കിട്ടി. ഇനി പെർ യൂണിറ്റ് കണ്ടെത്താൻ നമ്മൾ ആ മൊത്തം എമൗണ്ടിൽ നിന്നും യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 12.7 കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് ദി വോളിയം ഇൻ യൂണിറ്റ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ 10% ആണ്. 10% എന്ത് ചെയ്തു? വോളിയം ഇൻക്രീസ് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ്. മൊത്തം വോളിയം 2 lakh ആണ്. അതിൻ്റെ 10% കൂടി, അതായത് 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 20,000 വരും. അപ്പോൾ 2,20,000 മൊത്തം വരും. അപ്പോൾ വേരിയബിൾ കോസ്റ്റിൽ മാറ്റം എങ്ങനെ വരും? 2,20,000 ഇൻറ്റു 10. ഓക്കെ, അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 22 lakh കിട്ടും. അതിൻ്റെ കൂടെ ഫിക്സ്ഡ് കോസ്റ്റ് 4 lakh ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 26 lakh കിട്ടും ടോട്ടൽ കോസ്റ്റ്. അതിൻ്റെ കൂടെ ഡിസൈഡ് റിട്ടേൺ നമ്മൾ കണ്ടെത്തിയത് 1,40,000 ആണ്. അത് ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ചാർജ് ചെയ്യുന്നത് എത്ര വരും? 27,40,000 എന്ന് കിട്ടും. ഇനി അതിൻ്റെ പെർ യൂണിറ്റ് ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് കാണാൻ നമ്മൾ 27,40,000 ഡിവൈഡഡ് ബൈ 2,20,000 കണ്ടു കഴിഞ്ഞാൽ 12.45 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഡ്യൂ ടു ഇൻക്രീസിങ് സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ പ്രൈസ് എന്ത് ചെയ്തു? റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. എത്രയായിട്ട്? 0.25. അതായത് 12.7 മൈനസ് എന്ത്? 12.45 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 0.25 എന്ത് ചെയ്തു? ഇവിടെ റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്, സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ പ്രൈസ് മെത്തേഡ് പ്രകാരം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ എക്സ്പെൻസസ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ആണ്. കോസ്റ്റ് അക്കൗണ്ട്സിൽ വരുന്ന ചില സ്പെഷ്യൽ എക്സ്പെൻസുകളുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. അതിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ഒന്നാമതായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആണ്. അതായത് റിസർച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ദി കോസ്റ്റ് ഓഫ് സെർച്ചിങ് ന്യൂ പ്രോഡക്റ്റ്, ന്യൂ മാനുഫാക്ചറിങ് പ്രോസസ്സ്, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, പ്രോസസ്സ് ഓർ എക്യുപ്മെൻറ്റ്, ഇതിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ദി കോസ്റ്റ് ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ് ഓർ അതർ നോളജ് ഇൻ ടു എ പ്ലാൻ ഓർ ഡിസൈൻ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സബ്സ്റ്റാൻഷ്യലി ഇംപ്രൂവ്ഡ് മെറ്റീരിയൽ, ഡിവൈസ്, പ്രോഡക്റ്റ്, പ്രോസസ്സ് എക്സെട്ര. ഇത്തരത്തിലുള്ള റിസർച്ച് കോസ്റ്റിൻ്റെ ചില എക്സാമ്പിൾസ് ആണ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എ റിസർച്ച്, സാലറീസ് ആൻഡ് വേജസ്, സബ്സ്ക്രിപ്ഷൻ ടു ബുക്സ് ആൻഡ് ജേർണൽസ്, സബ്സ്ക്രിപ്ഷൻ ടു റിസർച്ച് അസോസിയേഷൻസ്, കോസ്റ്റ് ഓഫ് ടെസ്റ്റ് കണ്ടക്റ്റഡ് ആൻഡ് ട്രയൽ റൺസ്, ഡിപ്രിസിയേഷൻ, ഇൻഷുറൻസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് ആൻഡ് റിസർച്ച് എക്യുപ്മെൻറ്റ്, പ്ലാന്റ് എക്സെട്ര, പാറ്റൻറ്റ് ഫീ, അതേപോലെ തന്നെ അപ്പ് കീപ്പ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസ്, ട്രാവലിംഗ് കോസ്റ്റ് ഫോർ സർവേ, ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് ഇവിടെ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സാമ്പിൾസ് ആണ്, അതിൻ്റെ കോസ്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇതിൽ ഓരോന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് നമുക്ക് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് സർവേ കോസ്റ്റ്, അതായത് റിസർച്ച് കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യുന്നത് ബേസിക് റിസർച്ചിനും അപ്ലൈഡ് റിസർച്ചിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ബേസിക് റിസർച്ച് എങ്ങനെയാണ്? ബേസിക് റിസർച്ച് എയിംസ് അറ്റ് ദി ഡിസ്കവറി ഓഫ് ന്യൂ ഐഡിയാസ് ഓർ ബ്രേക്കിംഗ് ന്യൂ ഗ്രൗണ്ട് ആണ്. പുതുതായിട്ടൊരു കാര്യം കണ്ടെത്താനാണ് ബേസിക് റിസർച്ച്. അഡ്വാൻസ്മെൻറ്റ് ഓഫ് നോളജ് ഈസ് ഇറ്റ്സ് ബേസിക് എയിം. ഓക്കെ, ദി basic research cost should be treated as factory overhead for the period during which it has been incurred and has to be absorbed into product cost. ആ റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതൊരു ഫാക്ടറി ഓവർഹെഡ് കോസ്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് കോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ബേസിക് റിസർച്ചിൻ്റെ കേസിൽ. ഇനി അപ്ലൈഡ് റിസർച്ച് ആണെങ്കിലോ, അപ്ലൈഡ് റിസർച്ച് ഈസ് ഓറിയൻറ്റഡ് ടുവാർഡ്സ് കറണ്ട് പ്രോബ്ലംസ് ആൻഡ് എയിംസ് ടു ഫൈൻഡ് ബെറ്റർ സൊല്യൂഷൻ ഫോർ ദം. നിലവിലുള്ള പ്രോബ്ലം എന്താണോ അതിനൊരു ബെറ്റർ സൊല്യൂഷൻ കിട്ടാനാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ചിനെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അപ്ലൈഡ് റിസർച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇഫ് അപ്ലൈഡ് റിസർച്ച് കോസ്റ്റ് ആർ ഇൻകേർഡ് ഫോർ ഇംപ്രൂവിങ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, നിലവിലുള്ള പ്രൊഡക്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ലൈഡ് റിസർച്ച് വരുന്നതെങ്കിൽ അത് ഫാക്ടറി ഓവർഹെഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും.
ഇനി if applied research costs are incurred for searching new product and methods of production, they should be amortized over the future period. ഭാവിയിൽ ഒരു കാര്യം നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും, അമോർട്ടൈസ് ചെയ്യും, റിട്ടേൺ ഓഫ് ചെയ്യും. ഇനി റിസർച്ച് കോസ്റ്റ് ഇൻകേർഡ് ഫോർ എ കസ്റ്റമർ ഷുഡ് ബി ചാർജ്ഡ് ടു ഹിം. ഇനി കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അത് ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു അപ്ലൈഡ് റിസർച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആണ്. ഡെവലപ്മെൻറ്റ് കോസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണോ റിസർച്ച് കോസ്റ്റിനെ ട്രീറ്റ് ചെയ്തത് അതേ രീതിയിൽ തന്നെ ഡെവലപ്മെൻറ്റ് കോസ്റ്റിനെ ട്രീറ്റ് ചെയ്യും. ഇനി ഇതിൽ വരുന്ന ചില ടേംസുകൾ പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. അതായത് പ്രിലിമിനറി എക്സ്പെൻസ് ആർ ദോസ് എക്സ്പെൻസ് വിച്ച് ആർ ഇൻകേർഡ് ബൈ പ്രൊമോട്ടേഴ്സ് ഓഫ് കമ്പനീസ് ഓർ ബിസിനസ് എൻ്റർപ്രൈസസ് ബിഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി ഓർ സ്റ്റാർട്ട് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് അല്ലെങ്കിൽ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരും? ലീഗൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫീസ്, ലോഗോ ഡിസൈനിങ് കോസ്റ്റ്, പ്രിൻറ്റിംഗ് കോസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, രജിസ്ട്രേഷൻ ഫീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതൊക്കെ എന്താണ്? പ്രിലിമിനറി എക്സ്പെൻസ് ആണ്. ഈ പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദി ബെനിഫിറ്റ്സ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് ഇൻകേർഡ് വിൽ അക്വയർ ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങളിലാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് റിട്ടേൺ ഓഫ് ഓവർ എ സെർട്ടൈൻ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു 5 വർഷത്തെ ഓരോ വർഷങ്ങളിലും അതെന്ത് ചെയ്യും, റിട്ടേൺ ഓഫ് ചെയ്തുകൊണ്ട് അതിൻ്റെ കോസ്റ്റിനെ നമ്മൾ അത് ഈടാക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഒരു ഫിക്റ്റീഷ്യസ് അസറ്റിന് എക്സാമ്പിളാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് ആണ്. ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് മാനുഫാക്ചർ ഇറ്റ് മേ ഹാപ്പൺ ദി സം യൂണിറ്റ് ആർ ഡിഫക്റ്റീവ്. അപ്പോൾ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ആർ ദോസ് വിച്ച് ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് നോംസ് റിലേറ്റിംഗ് ടു സ്പെസിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റി. അങ്ങനെ വരുന്ന ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ സച്ച് ഡിഫക്റ്റീവ് യൂണിറ്റ്സ് ക്യാൻ ബി റിവോക്ഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു സെയിലബിൾ കണ്ടീഷൻ ബൈ അപ്ലൈയിങ് അഡീഷണൽ മെറ്റീരിയൽ. ഓക്കെ, അഡീഷണൽ മെറ്റീരിയലും ലേബറും കൊടുത്തുകൊണ്ട് വീണ്ടും അത് സെയിലബിൾ കണ്ടീഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ദസ് അഡീഷണൽ കോസ്റ്റ് ആർ ഇൻകേർഡ് ഫോർ ദി റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റീവ് വർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ അഡീഷണൽ കോസ്റ്റ് വീണ്ടും ഈടാക്കേണ്ടി വരും. അങ്ങനെ വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെക്ടിഫിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോസസ് ഫോർ ഡിഫക്റ്റീവ്സ്. ഒരു പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആണുള്ള കോസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പുവർ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ, ലാക്ക് ഓഫ് സ്കിൽ ഓഫ് ഓർ ട്രെയിനിങ്, ലാക്ക് ഓഫ് പ്രോപ്പർ സൂപ്പർവിഷൻ, കെയർലെസ് ഇൻസ്പെക്ഷൻ, പുവർ വർക്കിംഗ് കണ്ടീഷൻ, ഡിഫക്റ്റീവ് പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ്, അതേപോലെ ഫോൾട്ടി ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ്, റോങ് ടൂൾ സെറ്റിംഗ്. ഇതൊക്കെ എന്താണ്, ഡിഫക്റ്റീവ് ആവാനുള്ള കോസസ് ആണ്, കാരണങ്ങളാണ്. ഇനി കൺട്രോൾ ഓഫ് ഡിഫക്റ്റീവ് ആണ്. എവരി എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു റെഡ്യൂസ് ദി നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബിക്കോസ് ദേ ഇൻക്രീസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡിഫക്റ്റീവ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. സ്റ്റെപ്പ് മേ ബി ടേക്കൺ ടു എലിമിനേറ്റ് ദി റീസൺസ് ഫോർ ഡിഫക്റ്റീവ് വർക്ക്. ഓക്കെ, ഇനി അതിന് വരുന്ന ചില സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് അതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിഫക്റ്റീവ് വർക്ക് ആൻഡ് റെക്ടിഫിക്കേഷൻ കോസ്റ്റ് വുഡ് ബി ഫിക്സ്ഡ്. ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കണം. അതേപോലെ ദി ഡിസൈൻ, എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് ബി ഇൻവോൾവ്ഡ് ഇൻ ദി ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഈ പ്രൊഡക്റ്റ് ഡിസൈനിങ്ങിൽ ഇൻവോൾവ് ആവണം. ദിസ് വുഡ് ലീഡ് ടു പ്രോപ്പർ ഡിസൈൻ ഓഫ് പ്രൊഡക്റ്റ്. ഇനി മൂന്നാമത്തത് ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് സെലക്ട് ദി റൈറ്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. നല്ല ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഇനി അതേപോലെ പ്രോപ്പർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി സെലക്റ്റഡ്. കൃത്യമായ പ്ലാന്റ് ആൻഡ് മെഷീനറി സെലക്ട് ചെയ്യുക. ഇനി ഓൺലി ദോസ് ഓപ്പറേറ്റേഴ്സ് ഹു ഹാവ് പ്രോപ്പർ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ട്രെയിനിങ് മസ്റ്റ് ബി സെലക്റ്റഡ്. ലേബേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ സെലക്ട് ചെയ്യുക. അടുത്തത് റിപ്പോർട്ട്സ് ഓൺ ഡിഫക്റ്റീവ് വർക്ക് ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഫോർമാൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി പ്രോപ്പർലി. കൃത്യമായിട്ട് ഈ ഒരു ഡിഫക്റ്റീവ് വർക്കിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. അതേപോലെ എ സ്യൂട്ടബിൾ ഇൻസെൻറ്റീവ് സ്കീം മേ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ മിനിമൈസിങ് ഡിഫക്റ്റീവ് വർക്ക്. ഡിഫക്റ്റീവ് വർക്ക് കുറക്കുന്ന ആളുകൾക്ക് ഇൻസെൻറ്റീവ് സ്കീമുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിഫക്ട്സ് ഒഴിവാക്കുവാൻ സാധിക്കും ഒരു പ്രൊഡക്റ്റിനുള്ളിൽ. നെക്സ്റ്റ് നമ്മൾ ഇതിൽ വരുന്ന ചില ടേംസുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ചില ടേംസുകളാണ്. അതിൽ ഒന്നാമത്തത് ഒബ്സലൻസ് ആണ്. ദാറ്റ് ഈസ് ഒബ്സലൻസ് ഈസ് ദി സഡൻ ലോസ് ഓഫ് വാല്യൂ ഓഫ് എൻ അസറ്റ്.
ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ പെട്ടെന്ന് ലോസ് സംഭവിക്കുന്നു ഡ്യൂ ടു ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ ഓർ ടെക്നോളജിയിലോ അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷനിലോ ചേഞ്ച് ഉണ്ടാകുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, സഡൻ ലോസ് സംഭവിക്കുന്നതിനെയാണ്, വാല്യൂ ഓഫ് അസറ്റിൽ സഡൻ ലോസ് സംഭവിക്കുന്നതിനെയാണ് ഒബ്സലൻസ് എന്ന് പറയുന്നത്. സപ്പോസ് ദി എക്കണോമിക് ലൈഫ് ഓഫ് എ മെഷീൻ is 10 years. However, after using for 4 years, it is forced to be discarded because of change in product or change in the method of production or invention of an improved model of machine. അപ്പോൾ പുതിയൊരു ഇൻവെൻഷൻ വരുന്നു അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു മാറ്റം ചേഞ്ചസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് നമ്മുടെ അസറ്റിൽ ഒരു സഡൻ ലോസ് സംഭവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഒബ്സലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് വേസ്റ്റ് ആണ്. ദിസ് വേസ്റ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ബേസിക് റോ മെറ്റീരിയൽ വിച്ച് ഈസ് ലോസ്റ്റ് ഇൻ പ്രോസസ്സിംഗ് ആൻഡ് വിച്ച് ഹാസ് നോ റിക്കവറി വാല്യൂ. പ്രോസസ്സിംഗ് ടൈമിലാണ് സംഭവിക്കുന്നതിൻ്റെ ലോസ്, പക്ഷേ അതിന് എന്തുമില്ല, റിക്കവറി വാല്യൂവും ഇല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഡസ്റ്റ്, സ്മോക്ക്, ഗ്യാസസ് ഇങ്ങനെയൊക്കെ എന്നുള്ളത് എന്താണ്, വേസ്റ്റിന് ഉദാഹരണമാണ്. ഇനി അടുത്ത വരുന്നത് എന്താണ്, സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് ഈസ് ദി ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസിഡ്യൂ കമ്മിങ് ഔട്ട് ഓഫ് സെർട്ടൈൻ ടൈപ്പ് ഓഫ് മാനുഫാക്ചറിങ്. ചില പ്രത്യേക മാനുഫാക്ചറിങ്ങിലൂടെ വരുന്ന എന്താണ്, ഇൻസിഡൻ്റൽ മെറ്റീരിയൽ റെസിഡ്യൂയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതും ഒരു വേസ്റ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ ഇറ്റ് ഈസ് യൂഷ്വലി ഓഫ് സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് ഓഫ് ലോ വാല്യൂ, റിക്കവറബിൾ വിത്തൗട്ട് ഫർദർ പ്രോസസ്സിങ്. ഒരു ഫർദർ പ്രോസസ്സിങ് ഇല്ലാതെ നമുക്ക് റിക്കവറബിൾ ആക്കാൻ പറ്റുന്നതാണ് ഈ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മെറ്റൽ സ്ക്രാപ്പ് അറൈസസ് ഡ്യൂ ടു ഓപ്പറേഷൻസ് ലൈക്ക് ബോറിംഗ്, പഞ്ചിങ് ഇങ്ങനെ വരുന്ന മെറ്റൽ സ്ക്രാപ്പുകൾ. ഫർണിച്ചർ മേക്കിംഗ് ആണെങ്കിൽ അവിടെ വരുന്ന കട്ട് പീസസും അതേപോലെ ഡസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്താണ്, സ്ക്രാപ്പുകളാണ്. സ്ക്രാപ്പ് എന്താണ്, റീസെയിലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വരുന്നതിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇനി സ്പോയിലേജ് ആണ്. ദാറ്റ് സ്പോയിലേജ് ഈസ് ദി പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഹാസ് ബീൻ ഡാമേജ്ഡ് ഇൻ ദി മാനുഫാക്ചറിങ് ഓപ്പറേഷൻ. നമ്മൾ മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ ഡാമേജ് ആകുന്ന പ്രൊഡക്റ്റിനെയാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ആസ് റോ മെറ്റീരിയൽ എയ്തർ ഇൻ ദി സെയിം പ്രോസസ് ഓർ ഇൻ ദി അതർ പ്രോസസ്. നമുക്ക് സെയിം പ്രോസസ്സിൽ അല്ലെങ്കിൽ വേറെ പ്രോസസ്സിലോ ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ഈസ് മാൻ മെയ്ഡ് സ്ക്രാപ്പ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഫോൾട്ട് ഇൻ ഓപ്പറേഷൻ. നമ്മുടെ ഓപ്പറേഷനിൽ ഉണ്ടാകുന്ന ഫാൾട്ട് മുഖേന ഉണ്ടാകുന്നതാണ്. ബാഡ് വർക്ക്മാൻഷിപ്പ്, യൂസ് ഓഫ് ഡിഫക്റ്റീവ് റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് മെഷീൻസ്, ഫോൾട്ടി ടൂൾ സെറ്റിംഗ്, ഇതിലൂടെയൊക്കെ ഉണ്ടാകുന്നതിനെയാണ് സ്പോയിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.